താൻ തന്നു, ഒരുപാടു നന്മകൾ താൻ തന്നു. എന്റെ സങ്കേതമേശു താൻ, എന്റെ സംഗീതമേശു താൻ, എന്റെ ജീവിതത്തിൽ താളവും എൻ വാഴ്വതിന്റെ ഈണവും എല്ലാം എല്ലാം യേശു താൻ. ഉയിർ തന്ന യേശുവേ ഉന്നത ദേവനേ, ഉയിർ തന്ന യേശുവേ ഉന്നത ദേവനേ, ഉലകെങ്ങും നിന്നെ പാടുമേ, ഉത്തമ നിന്റെ നാമത്തെ, ഉത്തമ നിന്റെ നാമത്തെ. ആത്മീകമോദം വന്നാൽ, ആശ്വാസം എന്നിൽ വന്നാൽ, ആത്മീകം ആയുസ്സു തീരും വരെയും ആനന്ദഗീതം പാടും ഞാൻ, ആയുസ്സു തീരും വരെയും ആനന്ദഗീതം പാടും ഞാൻ. എന്റെ ഭാവി മാറ്റി യേശു പ്രത്യാശയുള്ളിൽ നിറച്ചു, എന്റെ ഭാവി മാറ്റി യേശു പ്രത്യാശയുള്ളിൽ നിറച്ചു. എന്നും എന്നും നവഗാനം പാടിടും ഞാൻ നാഥാ, എന്നും നവഗാനം പാടിടും ഞാൻ നാഥാ. എന്റെ സംഗീതമേശു താൻ, എന്റെ സങ്കേതമേശു താൻ, എന്റെ സങ്കേതമേശു താൻ, എന്റെ സംഗീതമേശു താൻ, എന്റെ ജീവിതത്തിൻ താളവും എൻ വാഴ്വതിന്റെ ഈണവും എല്ലാം എല്ലാം യേശു താൻ. ഉയിർ തന്ന യേശുവേ ഉന്നത ദേവനേ, ഉയിർ തന്ന യേശുവേ ഉന്നത ദേവനേ, ഉലകെങ്ങും നിന്നെ പാടുമേ, ഉത്തമ നിന്റെ നാമത്തെ, ഉത്തമ നിന്റെ നാമത്തെ. എഫ് മൈനർ, രാജസ്ഥാനി. ജീവിതം ഒന്നേയുള്ളൂ, അത് വെറുതെ പാഴാക്കിടല്ലേ, മരിക്കും മുൻപേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ഭൂവതിലില്ല. ജീവിതം രണ്ടെണ്ണമില്ല, മൂന്നുമില്ല, നാലുമില്ല, ഒന്നേയുള്ളൂ. മരണത്തിന് ശേഷം വീണ്ടും ഈ ഭൂമിയിലേക്ക് പൂച്ചയായും നരിയായും നായായും വരാമെന്ന് ഇന്ത്യൻ മതം പഠിപ്പിക്കുമ്പോൾ, മനുഷ്യൻ മരിച്ചതിന് ശേഷം ദൈവത്തിന് മുൻപാകെ മരിച്ചവരെയും ജീവനുള്ളവരെയും ന്യായം വിധിക്കുന്ന ഏക ന്യായാധിപതിയുടെ മുമ്പിൽ നിൽക്കും. ജീവിതം ഒന്നേയുള്ളൂ, അത് വെറുതെ പാഴാക്കിടല്ലേ, വെറുതെ പാഴാക്കിടല്ലേ, മരിക്കും മുൻപേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ഭൂവതിലില്ല.
ഭൂവതിലില്ല. ജീവിതം ഒന്നേയുള്ളൂ, ഒന്നേയുള്ളൂ, അത് വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുൻപേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ഭൂവതിലില്ല. Come on everybody. ജീവിതം ഒന്നേയുള്ളൂ, അത് വെറുതെ പാഴാക്കിടല്ലേ, വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുൻപേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ഭൂവതിലില്ല. ജീവിതം ജീവിതം ഒന്നേയുള്ളൂ. ടിവിയുടെ മുന്നിലിരുന്നു വാർത്തകൾ കണ്ടു രസിച്ചു, കോമഡി കണ്ടു ചിരിച്ചു, സീരിയൽ കണ്ടു കരഞ്ഞു, റിമോട്ടു ഞെക്കി ഞെക്കി ചാനലുകൾ മാറ്റി മാറ്റി, ബോറടി നീക്കി നീക്കി അലസനായി കുത്തിയിരുന്നു. സമയത്തിൻ വിലയറിയാതെ ജീവിതം പാഴാക്കുന്ന ഓരോരോ വ്യക്തികളും വ്യക്തമായി ചിന്തിക്കുക. കടികാര സൂചി സദാ നിർത്താതെ ചലിക്കുന്നു. ജീവിതം ജീവിതം ഒന്നേയുള്ളൂ, അത് വെറുതെ പാഴാക്കിടല്ലേ, വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുൻപേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ഭൂവതിൽ. നോ നോ ജീവിതം. There is only one life. Come on. There is again. There is only one life. അത് വെറുതെ പാഴാക്കിടല്ലേ, വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുൻപേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ഭൂവതിലില്ല. ജീവിതം ജീവിതം ഒന്നേയുള്ളൂ. ഫേസ്ബുക്കും ട്വിറ്ററും പിന്നെ ഓർക്കൂട്ടും കയറിയിറങ്ങി, അന്യന്റെ വാളിൽ നോക്കി ഗോസിപ്പ് തേടി നടന്നു. ചുമ്മാതെ കമന്റുകളിട്ടും വേണ്ടാത്തത് ഷെയറും ചെയ്ത് കമ്പ്യൂട്ടർ സ്ക്രീനിന് മുൻപിൽ കുറനേരം കുത്തിയിരുന്നു. ധാരാളം ചാറ്റും ചെയ്ത് ന്യൂ ഫ്രണ്ട്സിനെ ആഡും ചെയ്ത്, എന്നിട്ടും ഒറ്റയ്ക്കെന്നൊരു തോന്നലു മാറുന്നില്ല. ഇക്കാണും ചങ്ങാതികൾ മരണം വരെ കൂടെ കാണൂ. ജീവിതം ജീവിതം ഒന്നേയുള്ളൂ, അത് വെറുതെ പാഴാക്കിടല്ലേ, വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുൻപേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ഭൂമിയിൽ. ജീവിതം ഒന്നേയുള്ളൂ. Come on, clap your hands. ജീവിതം ഒന്നേയുള്ളൂ. There is only one life. There is only one. യൗവന ചോരത്തിളപ്പിൽ ലോകത്തിൻ മോഹം തേടി, ആരെയും തൂസിയിടാതെ സ്വന്ത കഴിവിലൂന്നി, ഗർവോടെ തലയുമുയർത്തി നെഞ്ചു വീരിച്ചു നടന്നു. ആരെയും വകവയ്ക്കാതെ തന്നിഷ്ടം മാത്രം ചെയ്തു. ആത്മീക സത്യം കേട്ടാൽ നോ ഇൻട്രസ്റ്റ് എന്ന് ഒഴിഞ്ഞു. ദൈവിക ഭക്തിയുമില്ല, ദൈവത്തെ പേടിയുമില്ല. ഇങ്ങനെ പോയാൽ പിന്നെ കഷ്ടം എന്നേ പറയാനുള്ളൂ. ജീവിതം ജീവിതം ഒന്നേയുള്ളൂ, അത് വെറുതെ പാഴാക്കിടല്ലേ, വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുൻപേ ഒന്നോർത്തിടുക, ജീവിതം ജീവിതം ഒന്നേയുള്ളൂ. യൗവനം പോയി മറയും, വാർദ്ധക്യം വന്നെത്തിയിടും. കണ്ണിന്റെ കാഴ്ചകൾ മങ്ങും, കേൾവിക്കും തകരാറാകും. സുന്ദര രൂപം മാറും, ജരനരകൾ ബാധിച്ചിടും. വില്ലിനെ പോലെ വളയും, ഓർമ്മകൾ നിശ്ചലമാകും. നാം കണ്ട കനവുകളെല്ലാം തകർന്നു തരിപ്പണമാകും. 6 അടി മണ്ണിൽ നമ്മുടെ ഓട്ടവും വന്നു നിലയ്ക്കും. മരണം ഇങ്ങെത്തും മുമ്പേ രക്ഷാമാർഗം നീ തേടിയിടൂ. ജീവിതം ജീവിതം ഒന്നേയുള്ളൂ, അത് വെറുതെ പാഴാക്കിടല്ലേ, വെറുതെ പാഴാക്കിടല്ലേ.
മരിക്കും മുമ്പേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ഭൂവതിലില്ല. ജീവിതം ജീവിതം ഒന്നേയുള്ളൂ, ജീവിതം ഒന്നേയുള്ളൂ. അത് വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുമ്പേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ഭൂവതിലില്ല. ജീവിതം ഒന്നേയുള്ളൂ. വർഷങ്ങൾ എത്ര കഴിഞ്ഞു, ദിവസങ്ങൾ എത്ര കൊഴിഞ്ഞു, മരണത്തിൻ വായിൽ ചെല്ലാൻ പായുന്നു നാം അതിവേഗം. ഇഹലോകവാസം വിട്ടാൽ എവിടെ നാം ചെന്നെത്തിയിടും? നിത്യമായി ജീവിച്ചിടാൻ അകതാരിൽ ആഗ്രഹമില്ലേ? മരണത്തെ ജയിച്ചവനേശു സ്വർഗത്തിൽ വാണിടുന്നു. നിന്നെയും ചേർത്തിടുവാൻ അൻപോടെ മാടി വിളിപ്പു. സൗജന്യമായൊരു രക്ഷ ഇപ്പോൾ തന്നെ സ്വീകരിക്കൂ. ജീവിതം ജീവിതം ഒന്നേയുള്ളൂ. അത് വെറുതെ പാഴാക്കിടല്ലേ, വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുൻപേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ഭൂവതിലില്ല. ഇനിയൊരു ജീവിതം ഭൂവതിലില്ല. ഇനിയൊരു ജീവിതം ഭൂവതിലില്ല. ജീവിതം ഒന്നേയുള്ളൂ, ജീവിതം ഒന്നേയുള്ളൂ. ആശിഷ് കിണർമുക്ക് ഒരാൾ അന്വേഷിച്ച് ഓഫീസിലുണ്ട്. പുറമോട്ട് ചെല്ലാം. ആശിഷ് കിണർമുക്ക്. Go ahead. Good evening. Did you enjoy the songs? Sure? You want Joy John uncle to sing more songs? Maybe in the evening he will be singing more songs for you. Alright? നമ്മുടെ ഈ ക്യാമ്പിൻ്റെ ഏറ്റവും പ്രത്യേകമായ ഒരു സെഷനാണ് എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് നടക്കുന്നത്. ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾ 12ാം ക്ലാസ് കഴിയുന്നതോടുകൂടി വീട് വിട്ട് പുറത്തേക്ക് പോവുകയാണ്. പേരൻസിനോട്, പപ്പയോടും മമ്മിയോടും ബൈ ബൈ, ഐ ആം ലീവിങ് ഹോം. അതിനുശേഷം നിങ്ങളുടെ പഠനത്തിന് വേണ്ടി മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കേരളം വിട്ടു പോകുവാൻ നിങ്ങൾക്ക് ഇടയായിത്തീർന്നു. അങ്ങനെ പോകുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു കോഴ്സ് പഠിക്കാനായിട്ട് കണ്ടെത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരു ചിന്താവിഷയമാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സന്ദർഭത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ കോളേജിൽ പോകണം. അപ്പോൾ അവിടെ 4 ഗ്രൂപ്പാണുള്ളത്. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ് ആൻഡ് ഫോർത്ത് ഗ്രൂപ്പ്. അപ്പോൾ ഈ ഗ്രൂപ്പ് എന്താണെന്ന് പോലും ഞങ്ങൾക്ക് വലിയ നിശ്ചയമില്ലായിരുന്നു. ഫസ്റ്റ് ഗ്രൂപ്പിൽ പഠിക്കുന്നവർ മാത്സ് ആണ് മെയിൻ എടുക്കും, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി. സെക്കൻഡ് ഗ്രൂപ്പിലുള്ളവർക്ക് ബയോളജി, സുവോളജി, ബോട്ടണി. പിന്നുള്ളത് തേർഡ് ഗ്രൂപ്പിൽ എക്കണോമിക്സ്, പിന്നെന്തായിരുന്നു സാറേ അതുപോലുള്ള ചില ഹിസ്റ്ററി, അതുപോലുള്ള. ഫോർത്ത് ഗ്രൂപ്പിൽ കൊമേഴ്സ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, പഠിച്ചൊരാറിലും ഉണ്ടോ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാസ് ക്രെഡിറ്റ്, അറിയാമോ? അപ്പം കൊമേഴ്സിൽ അങ്ങനെ പഠിക്കും. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രിക്ക് പോകുമ്പോൾ ആകെ എന്നുള്ള BSc, BA ഇങ്ങനെയുള്ള കുറേ ഡിഗ്രി മാത്രമേ ഉള്ളൂ. കുറച്ച് പേര് ആ കേരളത്തിൽ 3ഓ 4ഓ എഞ്ചിനീയറിംഗ് കോളേജേ ഉള്ളൂ, 2ഓ 3ഓ മെഡിക്കൽ കോളേജ്. അതിലെല്ലാം കൂടെ 10ഓ 200ഓ പേർക്കാണ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത്. എന്നാൽ ഇന്ന് കോളേജുകളുടെ എണ്ണം വർദ്ധിച്ചു, കോഴ്സുകളുടെ പേരുകൾ തന്നെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. ഇതെല്ലാം കൂടെ വന്ന് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ജനറേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ജനറേഷനിൽ ഏത് കോഴ്സ് കണ്ടെത്തണം, എങ്ങനെ പഠിച്ചാൽ മിടുക്കന്മാരാകാനായിട്ട് തരും? പഠിച്ചാൽ മിടുക്കന്മാരായാൽ മാത്രം പോരല്ലോ, ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതം കൊണ്ട് എങ്ങനെ ബെറ്ററായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനായിട്ട് കഴിയും, അതിന് പറ്റിയ കോഴ്സ് എങ്ങനെ തിരഞ്ഞെടുക്കാനായിട്ട് കഴിയും? ആ കോഴ്സ് പഠിച്ചതിന് ശേഷം അതിൽ കൂടി ലഭിക്കുന്ന ജോലിയും സാഹചര്യങ്ങളും അനുസരിച്ച് ദൈവനാമ മഹത്വത്തിനായിട്ട് എങ്ങനെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും? ഇതൊരു വലിയ ചിന്താക്കുഴപ്പമാണ്.
പല പേരൻസിനും ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മക്കൾക്ക് ഏത് കോഴ്സ് കണ്ടുപിടിക്കണമെന്ന് അവർക്ക് നിശ്ചയമില്ല. ഈ സാഹചര്യത്തിലാണ് 8 വർഷം മുമ്പ് SBS ടീൻസ് ക്യാമ്പ് ആരംഭിച്ചപ്പോൾ തന്നെ കരിയർ ഗൈഡൻസ് എന്ന ഒരു സംവിധാനം കൂടി ഉണ്ടാക്കി. അന്ന് പ്രൊഫസർ ചെറിയാൻ മാത്യു സാറ് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. സാറാണ് ഈ ആശയം മുമ്പോട്ട് കൊണ്ടുവന്നത്. സാർ ഒടുവിൽ തൻ്റെ രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ എറണാകുളത്ത് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ വെച്ച് ടീൻസ് ക്യാമ്പിന് മുമ്പ് എന്നോട് പറഞ്ഞു, എബ്രഹാം തോമസ്, ഈ വർഷത്തെ ടീൻസ് ക്യാമ്പിൽ എനിക്ക് പങ്കെടുക്കാൻ ഒക്കുമോ എന്ന് തോന്നുന്നില്ല, രോഗം മൂർച്ഛിച്ച് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, സാറേ നമുക്ക് കരിയർ ഗൈഡൻസിന് എന്താ ചെയ്യാൻ ഒക്കുന്നത്? എന്നോട് പറഞ്ഞു, ഡോണ്ട് വറി, വി ഹാവ് അനദർ പേഴ്സൺ, ബ്രദർ രാജൻ ബാബു ട്രിച്ചൂർ, ഹി ഈസ് കണ്ടക്ടിങ് സെവറൽ കോഴ്സസ്. കരിയർ ഗൈഡൻസിന് നല്ല ഒരു ആപ്റ്റായിട്ടുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു. ഞാൻ ഇമ്മീഡിയറ്റ്ലി ബ്രദർ രാജൻ ബാബുവിനെ കോൺടാക്ട് ചെയ്തു. അദ്ദേഹം ബാലസംഘത്തിൽ കൂടി വളർന്ന ഒരു വ്യക്തിയാണ്. കേട്ടപ്പോൾ തന്നെ വലിയ ഒരു സന്തോഷം തോന്നി. ഇങ്ങനെ ബാലസംഘത്തിൽ കരിയർ ഗൈഡൻസൊക്കെ തുടങ്ങിയോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വന്നൊന്ന് കാണുക. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ആപ്പാടെ ഒരു ഷെഡും ആപ്പാടെ കുറച്ച് മിറ്റിലും കല്ലും എല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സംവിധാനം. ഇതാണോ ബാലസംഘം എന്നൊരു പക്ഷേ അന്ന് ചിന്തിച്ച് കാണും. കാരണം ഇന്ന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇതെത്ര മനോഹരമായിരിക്കുന്നു, ഒരു പക്ഷെങ്കിൽ ഇതൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുമോ എന്നൊരു പേടി അദ്ദേഹത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, നമ്മുടെ കരിയർ ഗൈഡൻസിൽ നമ്മളെ കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന് സഹായിക്കുന്ന പ്രിയ സഹോദരനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലിരിക്കാം. ഷാൽ വി പ്രേ. സ്വർഗീയ പിതാവേ, ഞങ്ങളോടുത്തെ തിരുമുഖത്തേക്ക് നോക്കുന്നു. ഇന്ന് രാത്രിയിലും ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആലോചന അവിടുന്ന് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ വലിയ മകനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള നിമിഷങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവിടുന്ന് നൽകി കൊടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. Shall we welcome our dear brother Dr. Rajan Babu? Give him a round of applause. He is the head of the Sahara Institute. Over to you, Rajan Babu. Thank you. Good evening. Praise the Lord. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ക്യാമ്പുകളിൽ വളരെയധികം സന്തോഷിക്കുന്നു എന്ന് നിങ്ങളുടെ മുഖം പറയുന്നു അല്ലേ? ഓക്കെ. ഈ ക്യാമ്പിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാനായിട്ട് ഒരു തിരഞ്ഞെടുപ്പ് നിങ്ങൾ എടുത്തു അല്ലേ? പലരും ഇന്നിവിടെ ഇല്ല, പലർക്കും വരാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഈ ക്യാമ്പിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങളൊരു തീരുമാനമെടുത്തു എന്നുള്ളതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ദൈവം നിങ്ങളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ധാരാളമായിട്ട് പഠിക്കുകയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയല്ലേ? ഓക്കെ. അപ്പോൾ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായി, ക്രൗഡ് ഒന്ന് മനസ്സിലാക്കാനായിട്ട്, കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വന്നവരൊക്കെ ഒന്ന് കൈവയ്ക്കുക. കണ്ണൂർ ഡിസ്ട്രിക്ട് ഒന്ന് എഴുന്നേക്കാമോ? ഇവരാണ് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയത് അല്ലേ? എല്ലാവരും ഒരു നല്ലൊരു കയ്യടി അവർ കൊടുത്തു. താങ്ക് യു. പ്ലീസ് ഇടാം. എൻ്റെ ഇപ്പുറത്ത് ഏതാ ഡിസ്ട്രിക്ട്? കാസർഗോഡ്. കാസർഗോഡ് 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 നിന്ന് 2 3 3 പേര്. അവർക്ക് വേണ്ടി നല്ല കൈയടിക്കും. ഓക്കെ. അത് കഴിഞ്ഞ് മലപ്പുറത്തുനിന്ന് സഹോദരിമാരാണ് കൂടുതൽ. ഓക്കെ ഓക്കെ ഉണ്ടോ? മലപ്പുറത്തുനിന്ന് നല്ല സ്ട്രെങ്ത് ഉണ്ട്. അവർക്ക് ഒരു നല്ല കൈയടി എല്ലാവരും കൊടുക്കണം. ഓക്കെ ഓക്കെ, താങ്ക് യു. സിറോൺ. വയനാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നവരൊക്കെ വയനാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നവരൊക്കെ എഴുന്നേറ്റ്. വയനാട് ഡിസ്ട്രിക്റ്റിന് റെപ്രസെൻറ്റേഷൻ കുറവാണോ? സിക്ക്. ഗോഡ്സൺ ബ്രദർ സിക്ക് ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും ഓക്കെ. സിറോൺ, താങ്ക് യു. എല്ലാവരും ഒരു കൈ ഇടിക്കും. ഓക്കെ. ഇനി തൃശ്ശൂർ. കാലിക്കറ്റ് ഡിസ്ട്രിക്ട്. കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് 2 3 പേര്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അവർ കൈയടിക്കണം. ഇനി അടുത്തത് തൃശ്ശൂർ. തൃശ്ശൂർ. യാ, ഓക്കെ. വൺസ് അഗൈൻ കണ്ടിന്യൂ ക്ലാപ്പിംഗ്. ഓക്കെ,
ഓക്കെ, താങ്ക് യു വെരി മച്ച്. തൃശ്ശൂരിൽ നിന്ന് നല്ല നമ്പർ ഉണ്ട്. ഇനി പാലക്കാട് ഡിസ്ട്രിക്ട്. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരാളേ ഉള്ളൂ. നൈസ്. ഓക്കെ, ഇനി എറണാകുളം ഡിസ്ട്രിക്ട്. ഇനി ഓക്കെ, എറണാകുളം ഡിസ്ട്രിക്ട്. ഓക്കെ, താങ്ക് യു. ഇനി സമയം നമുക്ക് വളരെ കുറവായതുകൊണ്ട് നമുക്ക് ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് എന്നുള്ളത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് നോക്കട്ടെ. ട്രിവാൻഡ്രത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഓ, വെരി നൈസ്. താങ്ക് യു. സിറാൻ. കൊല്ലം ഡിസ്ട്രിക്ട്. ഓക്കെ, ഗുഡ്. ഇനി ബാക്കിയുള്ളവരൊക്കെ വളരെ അടുത്തുള്ളവരാണല്ലേ? അല്ല, ഇടുക്കി ഡിസ്ട്രിക്ട് പ്ലീസ്. ഇടുക്കി ഡിസ്ട്രിക്ട്. ഓ, വെരി ഗുഡ് നമ്പർ. ഇടുക്കി ഡിസ്ട്രിക്റ്റിന്റെ ഒരു വണ്ടി തന്നെ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി ഏതാ ഡിസ്ട്രിക്റ്റ് ആണ്? ആലപ്പുഴ ഡിസ്ട്രിക്ട്. ഓക്കെ, ആലപ്പുഴ ഡിസ്ട്രിക്ട്. ഓക്കെ, കൈയടിക്കും. ശരി, താങ്ക് യു. ഓക്കെ, ഇനി പത്തനംതിട്ട. ഇത് ഹോം അല്ലേ? ഓക്കെ, ഹോസ്റ്റ്. ഓക്കെ. ഓ, താങ്ക് യു. നല്ലൊരു കൈയടി അടിച്ചിട്ട് ഇവർക്ക്. നല്ലത്. ഓക്കെ, ശരി. ഇനി ആര് ബാക്കിയുണ്ട്? കോട്ടയം ഡിസ്ട്രിക്ട്. ഓക്കെ, കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നല്ല നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, കൈയടിക്കും. താങ്ക് യു. ഓക്കെ, ശരി. ഇനി എഴുന്നേക്കാത്തവരൊന്ന് എഴുന്നേക്കാത്തവർ ഇല്ല, എല്ലാവരും എഴുന്നേറ്റ് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ആദ്യമായിട്ട് ഈ ടീൻസ് ക്യാമ്പ് പങ്കെടുക്കുന്നവരൊന്നൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട്. ആദ്യമായിട്ട്. താങ്ക് യു. പ്ലീസ് സിറ്റ് ഡൗൺ. താങ്ക് യു. ഓക്കെ, ഇവിടെ AT പറയുണ്ടായി. അതായത് കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ കുറച്ച് നേരം നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്, നമ്മൾ സമയം ചിലവഴിക്കാനായിട്ട് പോകുന്നത്. കരിയർ ഗൈഡൻസിനെ കുറിച്ചിട്ട് വിശദമായൊരു ക്ലാസ് നമുക്ക് സാധ്യമല്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. നാളെ നമുക്കിവിടെ കരിയർ ബൂത്തുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സജഷൻസും ഗൈഡൻസും ഒക്കെ ആ ബൂത്തുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ നമുക്കറിയാം, ഇന്ന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനൊക്കെ ജനിച്ചു വളർന്ന് ഞാനൊക്കെ ബാലസംഘത്തിനൊക്കെ വരുമ്പോൾ ഉള്ളൊരു കാലം. ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഇപ്പോൾ ഇവിടെ AT പറഞ്ഞ പോലെ, അതായത് ഞാൻ ആദ്യം ഇവിടെ വരുമ്പോൾ കണ്ട ഒരു ചിത്രമല്ല ഇന്ന്. മനോഹരമായൊരു ഹാള്. ഓക്കെ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ പ്രശ്നമുഖിതമായ ഒരു ലോകത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത് അല്ലേ? ഇനി ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 20 വർഷം കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയുള്ളൊരു ലോകത്താണ് ജീവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇറ്റ്സ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ. അതായത് ഞാൻ ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് ഞാൻ പല ഗ്രൂപ്പുകൾക്കും കോളേജിലൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ ഗ്രൂപ്പുകൾക്ക് കൊടുക്കാറുണ്ട്. ക്യാൻ യു ഇമാജിൻ വേർ വി വിൽ ബി സംവെയർ ആഫ്റ്റർ 2020? ഇന്ന് ഏതാണ്ട് ഒരു 50, 60 അല്ലെങ്കിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് പറയുന്ന കരിയറുകളൊന്നും നമുക്ക് കാണാനേ ഇല്ലായിരുന്നു. അതായത് കാർഷിക വിപ്ലവം കഴിഞ്ഞ അത് കഴിഞ്ഞ് ഒരു കാർഷിക വിപ്ലവമൊക്കെ കഴിഞ്ഞ് ഞാൻ പറയുന്ന ഈ നൂറ്റാണ്ടിലെ കാര്യമാണ്. ഓക്കെ, അതിനുശേഷമാണ് വ്യാവസായിക വിപ്ലവം വരുന്നത്. ആ വിപ്ലവം വരുന്നതോടുള്ള ബന്ധത്തിലാണ് ഈ വിദ്യാഭ്യാസവും ഈ ഡിഗ്രികളും ഇന്ന് കേൾക്കുന്ന പലതരം യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഒക്കെ ഉടലെടുത്ത് നമ്മുടെ കഴിഞ്ഞ തലമുറയിലാണ്. ഇതൊന്നും അധികം സമയമായിട്ടില്ല. നമുക്കറിയാം BC thousands of years and AD 2000 years. പക്ഷേ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് ഇതൊക്കെയും ഡെവലപ്പ് ചെയ്തു വന്നത്. മനസ്സിലായല്ലോ? ഈ വിദ്യാഭ്യാസം, ചോർന്നിലിക്കുന്ന സ്കൂളും കേട്ടില്ലേ അല്ലേ? ഇരിക്കാൻ ബെഞ്ചില്ലാതിരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി ഏതാണ്ടൊരു 10 വർഷം കഴിയുമ്പോൾ, ഒരു 15 വർഷം കഴിയുമ്പോൾ ഇതുപോലുള്ള സ്കൂളുകളോ കോളേജുകളോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. മാറ്റം സംഭവിക്കുന്ന ഒരു ലോകത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറയുന്ന പോലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നൊക്കെ പറയുന്ന ജനറൽ ആയിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ ഇന്ന് നമുക്കറിയാം ഓരോ വർഷങ്ങൾ പോകും തോറും അതിൻ്റെ സ്പെഷ്യലൈസേഷൻ മാറിക്കൊണ്ടേയിരിക്കുക. നാനോ ടെക്നോളജി, ബയോടെക്നോളജി, പിന്നെന്തൊക്കെയാണ് ബയോ ഇൻഫർമാറ്റിക്സ്, അങ്ങനെ വെറൈറ്റി ഓഫ് സ്പെഷ്യലൈസേഷൻസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്.
ഇന്ന് നമ്മൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുത്ത് എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം പഠിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ ഈ ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എന്താ കാണുന്നേ? നമ്മൾ കാണുന്നത് നമ്മൾ പഠിച്ചതൊന്നും ഈ ലോകത്തുണ്ടാവില്ല. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ ഈ ലോകത്തേക്ക് ഇറങ്ങുന്നത്. കാരണം അതിവേഗം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കരിയറിനോടുള്ള ബന്ധത്തിലായാലും ജീവിതത്തിൽ ചില തെരഞ്ഞെടുപ്പുകൾ എടുക്കുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യണം? +1 കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം? മാതാപിതാക്കൾക്ക് ഒരു ഉപദേശം തരാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കൂടെയുള്ള അനേകർക്ക് ചിലപ്പോൾ അതിന് വ്യക്തമായൊരു മറുപടി, അഥവാ അവർ പറഞ്ഞാൽ തന്നെയും അവരുടെ കാലഘട്ടത്തിൽ അവർക്ക് അറിയാവുന്ന ചില കാര്യങ്ങളായിരിക്കും നമ്മളോട് പറയുന്നത്. പക്ഷേ ഇന്ന് ലോകം അതിവേഗം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നത് ഒരു 10-15 വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്കൊരു പക്ഷേങ്കിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. എങ്ങനെ? വി ചൂസ് യൂണിവേഴ്സിറ്റി. നമ്മളായിരിക്കും തിരഞ്ഞെടുക്കുക. ഓൺലൈനിൽ നമുക്ക് അഡ്മിഷൻ വാങ്ങാം, ഓൺലൈനിൽ ഫീസ് അടയ്ക്കാം, ഓൺലൈനിൽ നമ്മുടെ പ്രൊഫസറെ കാണാം, ഓൺലൈനിൽ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം, ഓൺലൈനിൽ നമുക്ക് എക്സാം എഴുതാം, ഓൺലൈനിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ലോകത്തെ ഏത് യൂണിവേഴ്സിറ്റി, എനിക്കറിയത്തില്ല അന്നൊക്കെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ സ്ഥിതി എന്താവും നമുക്കറിയത്തില്ല, കുട്ടികളെ കിട്ടുമോന്ന് അല്ലേ? സമയത്തിന് എക്സാമിനേഷൻ നടത്താത്ത ക്വാളിറ്റി ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളൊക്കെ അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഒരു വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ തലമുറയിൽ അല്ലെങ്കിൽ ഈ തലമുറയിൽ നടക്കുന്ന നമ്മളിപ്പോൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒന്നുമല്ല ഇനി അടുത്ത തലമുറയിൽ നടക്കാനായിട്ട്. ഈ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രശ്നമുഖരമായ ലോകത്ത് നമ്മുടെ കരിയറിനെ കുറിച്ച് നമ്മൾ വളരെയധികം നമ്മൾ വ്യാവലാതിപ്പെടുന്നുണ്ടാവും അല്ലേ? എത്ര പേർക്ക് അങ്ങനെ ഒരു ഭാരമുണ്ട്? ഞാൻ എന്താ പഠിക്കേണ്ടത്? ഞാൻ ഏത് ജോലി തിരഞ്ഞെടുക്കണം? അങ്ങനെ ഒരു വലിയ അധ്യാപകരിൽ നിന്നൊക്കെ കിട്ടാതെ വിഷമിക്കുന്ന എത്ര പേരുണ്ടെന്ന് കൈയൊന്ന് പൊക്കിയട്ടെ. ആരുമില്ല. അപ്പൊ നിങ്ങളുടെ സ്കൂൾ ഉണ്ട്, കുറച്ച് പേരൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. ഓക്കെ നമുക്കിനി വേറെ ഒരു കാര്യം, നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ്, നമ്മൾ വിശ്വാസികളാണ്. അപ്പോൾ ഒരു വിശ്വാസി ആയിരിക്കെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ പ്രശ്നങ്ങളുടെ മുൻപിൽ ഞാൻ ഏത് തരത്തിലുള്ള ഒരു ജോലിയാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഞാൻ എങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസമാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? ഭൗമികമായി ഉള്ള അല്ലെങ്കിൽ മുന്നേറ്റത്തിന് ഞാൻ ശ്രമിക്കുന്നത് ശരിയാണോ? അങ്ങനെ ധാരാളം കൺഫ്യൂഷൻ അല്ലേ? ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഒരു പക്ഷേങ്കിൽ നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, അവിശ്വാസികൾ നിറഞ്ഞ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമുക്ക് ഈ കാര്യത്തിലൊരു തീരുമാനം എങ്ങനെയാണ് എടുക്കേണ്ടത് അല്ലേ? പലപ്പോഴും ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ മറ്റുള്ളവർ പോകുന്നത് പോലെ, മറ്റുള്ളവർ കാണുന്ന ഒരു വിജയം, അവർ ചിന്തിക്കുന്നത് പോലുള്ള ഒരു വിജയം, അവർ ചിന്തിക്കുന്നത് പോലുള്ള ഒരു ജോലി, അവർ ചിന്തിക്കുന്നത് പോലുള്ള ഒരു ജീവിത രീതി ഒക്കെയാണ് ഒരു പക്ഷേങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നും വിഭിന്നമായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഈ പ്രത്യേക വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ എന്താണ് അതിൻ്റെ കാഴ്ചപ്പാട്? ഈ കാര്യങ്ങൾ നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. ഞാനിവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഞാൻ കാണിക്കാം. അവിടെ ബാക്കിലുള്ളവർ കാണാൻ പറ്റുമോ? സൗണ്ട് കുറച്ചുകൂടെ വേണം. ലൈറ്റ് ഓഫ്.
ഹലോ. ഒരു മിനിറ്റ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിൽ നിന്ന് എന്തെങ്കിലും പാഠം നിങ്ങൾക്ക് കിട്ടിയോ? ആ കരടി ഓടുമ്പോഴും നിങ്ങൾ ചിരിക്കുക ചെയ്തല്ലേ? ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ചിരിക്കുമോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ചിരിക്കുമോ? നിങ്ങളൊക്കെ കാര്യമായിട്ട് ചിരിച്ചു. പക്ഷെ ഒരു മിനിറ്റ് നിങ്ങൾ മൗനമായിട്ടിരുന്ന് ചിന്തിച്ച് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാഠം കിട്ടിയോ? എന്തെങ്കിലും മനസ്സിലായോ? നമുക്കിപ്പോൾ അത് ചർച്ച ചെയ്യാനോ വിചിന്തനം ചെയ്യാനുള്ള സമയമല്ല, നമ്മൾ ക്ലാസ്സിലേക്ക് പോവാണ്. പക്ഷേ നിങ്ങൾക്കൊരു മിനിറ്റ് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ വളരെയധികം സ്വാധീനിച്ച ഒരു ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്, അവരെ ഒന്ന് പ്രചോദിപ്പിക്കാനായിട്ട് അവർക്ക് നിങ്ങളുടെ ചിന്ത ഒരു പക്ഷേങ്കിൽ സഹായിച്ചെന്നിരിക്കും. ആർക്ക് ജസ്റ്റ് ഒരു കമൻസ് പറയാം വീഡിയോയെ കുറിച്ച്? പ്ലീസ് കം ഡൗൺ. Can put your hands together. ഒരു കൈയടിക്കുക. ആദ്യം നമ്മളിപ്പോൾ വീഡിയോ കണ്ട് മറ്റേ ആ സിംഹം ആ കരടീനെ പിടിക്കാൻ കടുവ ആ കരടീനെ പിടിക്കാൻ ഓടുന്നു. അപ്പോൾ ആദ്യം അത് ഓടാൻ ശ്രമിച്ചു, രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നെ രക്ഷപ്പെടാൻ ഒരു മാർഗവും കിട്ടിയില്ല. അപ്പം അവൻ എടുത്തു വന്നു, കരടി ഇങ്ങനെ എടുത്തു വന്നു. അപ്പോൾ ആ കടുവ അതിനെ പിടിക്കാൻ ഇങ്ങനെ ശ്രമിച്ചു. അപ്പോൾ അവൻ സ്വന്തമായിട്ട് അവൻ്റെ ശക്തി കൊണ്ട്, അവൻ്റെ തന്നെ സ്വന്തം കഴിവും കൊണ്ട് അവൻ രക്ഷിക്കാൻ ആ കടുവനെ പേടിപ്പിക്കാൻ നോക്കി. എന്നിട്ട് പേടിപ്പിക്കാൻ നോക്കിയപ്പോൾ അത് സാധിച്ചില്ല. ആ കടുവ അതിനെ മാന്തിയെ നമ്മൾ കണ്ടു. ലാസ്റ്റ് അപ്പം ഒരു മാർഗവും കിട്ടാണ്ട് വന്നപ്പോഴാണ് അത് വീണ്ടും വിളിച്ചു, ഉച്ചത്തിൽ വിളിച്ചു അമ്മേനെ. അങ്ങനെയായിട്ട് നമുക്ക് അതിൻ്റെ ഹെൽപ്പിന് വേണ്ടി, സഹായത്തിന് വേണ്ടി അതിൻ്റെ അമ്മേനെ വിളിച്ചു. അപ്പം നമുക്ക് കാണാൻ സാധിച്ച അമ്മ വന്നു. അപ്പം ആ കടുവ ഓടിപ്പോയത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ നമ്മുടെ തന്നെ കഴിവിലല്ല ആശ്രയിക്കേണ്ടത്. നമുക്ക് ഒരു ആശ്രയിപ്പാനുള്ള ഒരു പാറയുണ്ട്, ദൈവം എന്ന പാറ. ആ പാറയിൽ നമ്മൾ വിശ്വസിച്ച് ആ പാറയെ നമ്മൾ വിളിക്കാം. അതാണ് നമുക്ക് ഒന്നും പഠിക്കാനുള്ളത്. നോക്കട്ടെ, ക്യാമ്പിൽ നിന്ന് എത്ര പേര് സ്മാർട്ട് ആൾക്കാരുണ്ടെന്ന്. Anybody else? Girls ഒന്നും സ്മാർട്ടില്ല. Please come. Come fast. എൻ്റെ പേര് അലാന. അച്ചച്ചൻ പറഞ്ഞതിനോട് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് എൻ്റെ വ്യൂവും. ആക്ച്വലി മെനി എ ടൈംസ് നമ്മുടെ മുമ്പിൽ ഓരോ പ്രോബ്ലംസ് വരുമ്പം വി ട്രൈ ടു സോൾവ് ഇറ്റ്. ബട്ട് ഫൈനലി നമ്മൾ കാണുന്ന ചില വലിയ സൊല്യൂഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയെന്ന് കാണും. ബട്ട് നമ്മൾ നോക്കുമ്പോൾ ആ കരടി തന്നെ കണ്ടില്ലേ, ആദ്യം അത് സിംഹം എന്തോ അതിൻ്റെ മുമ്പിൽ നിന്ന് പോയപ്പം അത് വിചാരിച്ചു അത് അതിൻ്റെ കഴിവും കൊണ്ട് രക്ഷപ്പെട്ടേന്ന്, മരിക്കാതിരുന്നേന്ന്. പക്ഷെ അത് കുറച്ച് നേരം എടുത്തിട്ടാണ് അതൊന്ന് മനസ്സിലായത് അതിൻ്റെ കഴിവും കൊണ്ടല്ല, അതിൻ്റെ അമ്മയുടെ കഴിവും കൊണ്ട്. നമ്മുടെ ലൈഫിലാണെങ്കിൽ നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെ കഴിവും കൊണ്ടല്ല, ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും എല്ലാ നിമിഷവും നമ്മൾ ജീവിക്കുന്നത്. താങ്ക് യു. എനിക്ക് നിങ്ങൾക്ക് സമയം തരികയാണെങ്കിൽ നിങ്ങളൊക്കെ, എനിക്കറിയാം നന്നായി സംസാരിക്കുന്നവരാണ്, നിങ്ങളിലൊക്കെ നല്ല ചിന്തകളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ സമയമല്ലല്ലോ. ഇവിടെ നിങ്ങളൊക്കെ ഒരു സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? ആണല്ലോ? അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എനിക്കൊരു കരിയറും വേണ്ട, ഒന്നും വേണ്ട എന്നൊക്കെ. ഓക്കെ. അങ്ങനെ ആഗ്രഹിക്കുന്ന, നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഒരു തീരുമാനമെടുക്കുവാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ വളരെ ശാന്തമായിട്ട് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ചുറ്റിലുമുള്ള യുവതി യുവാക്കന്മാർ വിദ്യാഭ്യാസം നേടുന്നത് പോലെ അവരുടെ ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കരിയറിന് പോകുന്നത് പോലെ
ഉള്ളൊരു കാഴ്ചപ്പാട് പോലെ അല്ല നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസികളായിരിക്കുന്ന നമ്മുടെ ഒരു ഔട്ട്ലുക്ക്, അല്ലേ? നമുക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ഈ ജീവിതത്തോടുള്ളത്. നമുക്കറിയാം, നമ്മൾ ആരും ഈ ഭൂമിയിൽ ഒരു ആകസ്മികമായിട്ട് ജനിക്കപ്പെട്ടവരല്ല. അങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു പക്ഷേങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ നമ്മൾ എവിടെ ജനിക്കണം, എങ്ങനെ ജനിക്കണം, ഏത് മാതാപിതാക്കളിൽ ജനിക്കണം, ഏത് രാജ്യത്ത് ജനിക്കണം, എങ്ങനെ ജനിക്കണം എന്നൊക്കെ ദൈവം മുന്നമേ നമ്മെക്കുറിച്ച് കണ്ടിരുന്നു. ഇനി നാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ദൈവം മുന്നമേ അറിഞ്ഞിരുന്നു. ഇനി സംഭവിക്കാനുള്ളതും ദൈവം അറിയുന്നു. എത്ര വർഷം നാം ജീവിക്കാൻ പോകുന്നു, എത്ര വർഷമാണ് നമുക്ക് ഭൂമിയിൽ ദൈവം തരുന്നത്, അതൊക്കെ ദൈവത്തിനറിയാം. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെയൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കരിയർ ഗൈഡൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? കരിയർ ഗൈഡൻസ് അറ്റൻഡ് ചെയ്തവരൊന്ന് കൈവക്കി എവിടെയെങ്കിലുമൊക്കെ. ഓക്കെ. ഇനി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തവരൊന്ന് കൈവക്കി. സ്കൂളുകളിലൊക്കെ ഇപ്പോൾ വളരെ ഗവൺമെന്റ് പ്രത്യേകം അതിനു വേണ്ടിയുള്ള പ്രോജക്ട്സ് ഉണ്ട്. ഓക്കെ, ശരി, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും, ജസ്റ്റ് ലിസൺ മീ, ജീവിതത്തിലൊക്കെ നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ വിജയത്തെക്കുറിച്ചിട്ടും ഒക്കെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഇന്ന് ലോകം തരുന്നുണ്ട്, നമ്മുടെ എഡ്യൂക്കേഷനോടൊപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ ഒരു കരിയർ ആയിരുന്നാലും വിജയമായിരുന്നാലും എങ്ങനെയാണ്, ഏത് കാഴ്ചപ്പാടോടുകൂടെ കാണണം എന്നുള്ളതാണ് അടുത്ത ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കൊരു 15 മിനിറ്റ് തരും. ആ സമയത്ത് നിങ്ങൾക്ക് നല്ല നല്ല ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാം. നല്ല നല്ല ചോദ്യങ്ങളാണ് ചോദിക്കുക. അതുകൊണ്ട് എല്ലാവരും ചോദ്യങ്ങൾ കൊണ്ട് തയ്യാറായിരിക്കണം. അപ്പം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, റെഡി? ഒന്ന്, ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊന്നും ആകസ്മികമായിട്ട് ഈ ഭൂമിയിൽ എത്തിയതല്ല, അല്ലേ? ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ നമ്മളെ ദൈവം കണ്ടിരുന്നു. ആർ യു ലിസണിങ് മീ? യെസ് ഓർ നോ? ഓക്കെ. അപ്പം ദൈവം നമ്മെ കണ്ടിരുന്നു. അതുകൊണ്ട് ദൈവം ഒരു ഉദ്ദേശത്തോട്, ഞാൻ കഴിഞ്ഞ ക്യാമ്പിനോട് സംസാരിച്ചതാണ്, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണിത്. അപ്പം ദൈവത്തിനൊരു ഉദ്ദേശം നമ്മെ കുറിച്ചിട്ടുണ്ട്. ആ ദൈവ ഉദ്ദേശം മനസ്സിലാക്കി വേണം ഈ ഭൂമിയിലുള്ള നമ്മുടെ എല്ലാ പദ്ധതികളും പ്ലാനുകളും. ഇപ്പം നമ്മൾ സാധാരണ കരിയർ ഗൈഡൻസിനായാലും പേഴ്സണൽ ഡെവലപ്മെന്റ് ആയാലും സക്സസ് സെമിനാറിനൊക്കെ പോകുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ദൈവിക ഉദ്ദേശങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളല്ല അവർ ചെയ്യുന്നത്. അവർക്ക് മനുഷ്യർക്ക് നല്ലത് എന്തെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ നല്ലത് എന്താണ്, നല്ല വാല്യൂസൊക്കെ, മൂല്യങ്ങളൊക്കെ അവരറിഞ്ഞിരിക്കുന്ന മൂല്യങ്ങൾ അനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ അവർ തരപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അതിനെ ചില സ്ട്രാറ്റജി ആൻഡ് പ്ലാനിങ് അവരുണ്ടാക്കുന്നു. എന്നാൽ ഒരു വിശ്വാസിയായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മറ്റുള്ളവർ കാണുന്ന ഒരു കാഴ്ചപ്പാടിലല്ല നാം നമ്മുടെ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നത്. നമുക്കറിയാം, പദ്ധതികളും പ്ലാനുകളും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാനായിട്ട് കഴിയുള്ളൂ. നമുക്കറിയാം, മറ്റ് ഒരുപാട് നമ്മുടെ ചുറ്റിലുമുള്ള ആൾക്കാരെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 90% വ്യക്തികളും പ്രത്യേകിച്ച് പദ്ധതികളും പ്ലാനുകളും ലക്ഷ്യങ്ങളും ഒന്നുമില്ലാതെയുള്ളൊരു ജീവിതമാണ്. നമ്മുടെ ക്രിസ്ത്യാനികളായിരിക്കുന്ന പലരും അങ്ങനെ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതത്തിൽ വലിയ വളർച്ചയോ പ്രോഗ്രസ്സോ ഒന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് പദ്ധതികളും പ്ലാനുകളും ലക്ഷ്യങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം അത് പഠിച്ചിട്ടുള്ളതാണ്, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പദ്ധതികളും പ്ലാനുകളും ലക്ഷ്യങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും ഒക്കെ നാം അത് ചെയ്യുമ്പോൾ, നിർണയിക്കുമ്പോൾ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടിതാവിൻ്റെ നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം വ്യക്തമായി പഠിച്ചിട്ട് വേണം അത് ചെയ്യാൻ. മനസ്സിലല്ലോ? അതുകൊണ്ട് ഒരു കരിയർ, അതായത് ഉദാഹരണത്തിന് ഞാൻ ഏത് ജോലി സമ്പാദിക്കണം, അല്ലെങ്കിൽ ഞാൻ ഏത് വിദ്യാഭ്യാസത്തിൽ തുടരണം, എൻ്റെ ജീവിത വിജയത്തിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ കാഴ്ചപ്പാട്, ഇതൊക്കെ നമുക്കറിയണമെങ്കിൽ ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള പദ്ധതി ഒന്ന് മനസ്സിലാക്കണം. അത് പെട്ടെന്ന് ഞാനൊരു 5 ചോദ്യങ്ങളോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കും. 5 ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കൂ, എന്നിട്ട് വേണം നിങ്ങളൊരു കരിയർ ചൂസ് ചെയ്യാനായിട്ട്. ഒന്ന്, വാട്ട് വിൽ ബി ദ സെൻറ്റർ ഓഫ് മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ ആരാണ്? അത് നിങ്ങൾ ആരോടാണ്? ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ ഓഫ് വർഷിപ്പ്. അതായത് നിങ്ങൾ എന്തെല്ലാം വിദ്യാഭ്യാസം നേടിയാലും, ഏതെല്ലാം നിലയിൽ നിങ്ങൾ ധനികരായിരുന്നാലും, സന്തോഷത്തിലും സമാധാനത്തിലും പണത്തിലും ഒക്കെ ഏതൊക്കെ നിലയിൽ നിങ്ങൾ ധനികരായിരുന്നാലും, ഈ ദൈവത്തെ, അല്ലെങ്കിൽ നമ്മെ സൃഷ്ടിച്ച് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പരമപ്രധാനമായ ആഗ്രഹം എന്താണ്? നമ്മൾ ദൈവത്തെ ആരാധിക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിദ്യാഭ്യാസം നേടി, നല്ല ജോലി നേടി,
ജീവിതത്തിൽ നല്ല വിജയങ്ങൾ കരസ്ഥമാക്കുമ്പോൾ ഈ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ആ ജോലിയും നിങ്ങളെ ഒരു തരത്തിലും വിജയത്തിലേക്ക് നയിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളൊരു കരിയർ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം മുൻഗണന കൊടുക്കേണ്ടത് ദൈവം എന്നെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എൻ്റെ സൃഷ്ടാവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സൃഷ്ടാവിനെ ആരാധിക്കുവാൻ കഴിയാത്ത ഒരു മേഖലയും എനിക്ക് വേണ്ട. ദാറ്റ് ഈസ് നമ്പർ 1. മനസ്സിലായല്ലോ? നിങ്ങൾക്കൊരു ജോലിയിൽ പോയാൽ ദൈവത്തെ ആരാധിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് തന്ന വർഷങ്ങളൊക്കെ നമ്മൾ വെറുതെ കളയണം. അപ്പോൾ ഇനി ഏതെങ്കിലും വശാൽ ആരെങ്കിലും അങ്ങനെയുള്ള സ്ഥലത്ത് പോയി വീണിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് നമ്മൾ റീപ്ലാൻ ചെയ്ത് പുതിയ പദ്ധതികൾ കണ്ടുപിടിച്ച് നമ്മൾ പുതിയ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് കടന്നു വരണം. നമുക്കറിയാം, ഞാൻ ആ ഭാഗങ്ങളൊക്കെ നമുക്കൊക്കെ നന്നായി അറിയുന്നവരാണ്. ദൈവത്തെ ആരാധിക്കുവാനുള്ള യോഗ്യത നമുക്ക് നഷ്ടപ്പെട്ടു, അല്ലേ? പാപം മുഖാന്തരം നാം ദൈവത്തിൽ നിന്ന് അകന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവം നീതിമാനാണ്. ദൈവിക സത്യം എന്താ പറയുന്ന? പാപം ചെയ്ത വ്യക്തി മരിക്കണം. അപ്പൊ ദൈവം നീതിമാനാണ്. ആ നീതി അനുസരിച്ച് ദൈവം ശിക്ഷിച്ചേ മതിയാകുള്ളൂ. അപ്പൊ ആ ദൈവിക നീതി അനുസരിച്ചിട്ട് നാം ശിക്ഷിക്കപ്പെടണം. അപ്പൊ നമ്മുടെ ശിക്ഷ എന്താണ്? മരണമാണ്. അപ്പൊ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ നമ്മൾ അന്ധകാരത്തിൽ ജീവിച്ചിരുന്നു. എന്നാൽ ദൈവം നീതിമാനാണെങ്കിലും ദൈവം സ്നേഹമാണ്. ആ സ്നേഹമാണ് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ഈ ഭൂമിയിലേക്ക് അവതരിക്കപ്പെടുകയും ആ ദൈവിക നീതി നിവർത്തിക്കേണ്ടതിന് യേശുക്രിസ്തു എനിക്ക് പകരമായി മരിക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നു. ആ വിശ്വാസം നമ്മെ ദൈവമക്കളാക്കി രൂപാന്തരപ്പെട്ടു. ഇന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനുള്ള യോഗ്യതയുണ്ട്, അല്ലേ? ആണോ അല്ലേ? ദൈവത്തെ ആരാധിക്കുവാനുള്ള യോഗ്യത നമുക്കുണ്ടാകണം. നാം ദൈവത്തെ ആരാധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യജന്മം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലോകത്തിൻ്റെ കാഴ്ചപ്പാടും നമ്മുടെ കാഴ്ചപ്പാടും വ്യത്യസ്തമാണ്. ലോകം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും വിജയത്തിൻ്റെ തന്ത്രങ്ങളും മന്ത്രങ്ങളും പഠിപ്പിക്കുമ്പോൾ അവർക്ക് അങ്ങനെയൊന്നില്ല. അവർക്ക് ജീവിതത്തിൻ്റെ മെച്ചമായ നിലയിലേക്ക് വളരണം. അവർ പറയുന്നതൊക്കെ നല്ലതാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഭൗമികമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് അവരുടെ ഉന്നതിയിലേക്ക് നയിക്കുവാനാണ് അവർ പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ എല്ലാ നിലയിലുള്ള പ്ലാനും പദ്ധതിയും ദൈവിക ഉദ്ദേശം തിരിച്ചറിഞ്ഞ് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് എനിക്ക് കഴിയണം. നമ്മൾക്ക് ആ നിലയിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ഒന്ന്, വാട്ട് വിൽ ബി ദ സെന്റർ ഓഫ് മൈ ലൈഫ്? നിങ്ങൾ ഏത് ജോലി ഏറ്റെടുത്താലും ഏത് ജീവസാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോയാലും ഈ ചോദ്യത്തിന് മറുപടി എന്താണ്? ഹൂ ഈസ് ദ സെന്റർ ഓഫ് മൈ ലൈഫ്? കർത്താവായ യേശുക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം. അവനാണ് എൻ്റെ സൃഷ്ടാവ്, അവനാണ് എൻ്റെ എല്ലാം എന്ന് നമുക്ക് പറയുവാനാണ്. അവനോടുമുള്ള ആൻഡ് വി മസ്റ്റ് ഹാവ് എ ഫെലോഷിപ്പ് വിത്ത് ഹിം. അതായത് വർഷിപ്പ് ഹിം, അവനെ ആരാധിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഒന്ന്. രണ്ടാമതായിട്ട് നാം ചോദിക്കേണ്ട ഒരു ചോദ്യം, അതായത് നമ്മൾ ഈ ജോലിയുള്ള ബന്ധത്തിൽ, ഞാനത് പറഞ്ഞു വരുന്നു, നിങ്ങളുടെ ജോലിയുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ ഫാമിലി ജീവിതത്തിൽ, നിങ്ങളുടെ സ്പോർട്സും ഹോബിയിലും നിങ്ങൾ പണം സമ്പാദിക്കുമ്പോൾ, നിങ്ങളുടെ ഹോളിഡേ എൻജോയ് ചെയ്യുമ്പോൾ, മറ്റുള്ള എല്ലാ ആക്ടിവിറ്റീസിലും ആർക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ പരമപ്രധാനമായിട്ടുള്ള സ്ഥാനം? എന്ത് ചെയ്യുമ്പോഴും കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ജീവിത മധ്യത്തിൽ ഉണ്ടാകണം എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് when you committed your life to Christ, he moved into the center, but you must keep there through worship. എഫെസ്യ ലേഖനം 3:16 നാം വായിക്കുന്നു, I pray that Christ will be more and more at home in your hearts. When God is at the center, you worship. You will have peace. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ആര് നമ്മുടെ മധ്യത്തിലില്ല? ആരില്ല? യേശുക്രിസ്തു നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടോ? ഉണ്ട്. എന്നാൽ നമ്മുടെ മധ്യത്തിലെ കർത്താവിനെ കൊണ്ടുവരിക, അത് ഒന്നാമത്തെ. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത്, വാട്ട് വിൽ ബി മൈ ക്യാരക്ടർ ഓഫ് മൈ ലൈഫ്? നിങ്ങൾ ഏത് മേഖല, ഏത് വിദ്യാഭ്യാസം തിരഞ്ഞെടുത്താലും, ഏത് സ്പെഷ്യലൈസേഷന് പോയാലും, ഏത് ജോലിയിൽ പോയാലും ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ്, ആൻഡ് വാട്ട് വിൽ ബി യുവർ ക്യാരക്ടർ? നിങ്ങളുടെ സ്വഭാവ ഗുണം, നിങ്ങളുടെ ക്യാരക്ടർ. അത് യേശുക്രിസ്തുവിൻ്റെ ഭാവം, യേശുക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരായിട്ട് നമ്മൾ തീരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഡിഗ്രിയും ഡോക്ടറേറ്റും ഒക്കെ എടുത്ത് ധാരാളം പണം സമ്പാദിച്ച്
മറ്റുള്ളവരെ സഹായിച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് മാതാപിതാക്കളെയൊക്കെ നോക്കി, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ ദൈവം ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ പ്രധാനമായിട്ടുള്ള കാര്യം യേശുക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ ഉണ്ടാവണം. ഞാൻ പറയുന്നത്, നമ്മൾ ഈ 5 ചോദ്യത്തിന് മറുപടിയും പറഞ്ഞിട്ട് നമുക്ക് ഏത് വിഷയം പഠിക്കണം, ഏത് ജോലി ചെയ്യണം എന്ന് ചിന്തിക്കാം. അതാണ് ഞാൻ ഈ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വന്നത്. വാട്ട് വിൽ ബി ദ ക്യാരക്ടർ ഓഫ് മൈ ലൈഫ്? ഞാനൊന്ന് പറയട്ടെ, ഇന്ന് ലോകവും വ്യക്തമായി പഠിപ്പിക്കുന്ന ഇത് തന്നെയാണ്. നിങ്ങൾ ഏത് ജോലിക്ക് പോയാലും, നിങ്ങൾ ഒരു പക്ഷേ MBA അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷൻസ്, ഏത് എക്സാമിനേഷന് പോകുമ്പോഴും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും ഒക്കെ നോക്കിയതിന് ശേഷം ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഒക്കെ അവർക്ക് മനസ്സിലായി. 98%, 93%, 94% എന്നൊക്കെ അവർ നന്നായി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയാണെങ്കിലും അവർ നിങ്ങളെ വിശ്വസിക്കുന്നില്ല. പിന്നെ അവരെന്ത് ചെയ്യും? അവർ ഇൻ്റർവ്യൂ നടത്തും, അല്ലേ? ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തും, ഒരു കൂടിക്കാഴ്ച നടത്തും. ആ കൂടിക്കാഴ്ചയിൽ കൂടെ നമ്മളെ എന്താണ് അവരുടെ ഉദ്ദേശം? എന്തിനാണ് അവർ ഇൻ്റർവ്യൂ നടത്തുന്നത് അറിയാമോ? അവർ ഇൻ്റർവ്യൂ നടത്തുന്നത് നിങ്ങളൊരു നല്ല മനുഷ്യനാണോ എന്നറിയാനാണ്. മനസ്സിലായോ? നിങ്ങൾ ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആണോ? അതെങ്ങനെ അവർക്ക് മനസ്സിലാവുന്നത്? നിങ്ങളുടെ മനോഭാവത്തിൽ നിന്ന്. ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഉത്തരം പറയും. ആ ഉത്തരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിനോടുള്ള മനോഭാവം തിരിച്ചറിയാനായിട്ട് കഴിയും. ആ മനോഭാവമാണ് ഒരു വ്യക്തിയെ ലക്ഷ്യത്തിലേക്ക്. ആറ്റിറ്റ്യൂഡ് ഡിസൈഡ്സ് ദി ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദ പേഴ്സൺ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു വ്യക്തിയുടെ മനോഭാവമാണ് അവൻ എത്രമാത്രം ഉയരങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് കാണിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം ലോകം പോലും വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സത്യമാണ്, ഒരു വ്യക്തിയുടെ ക്യാരക്ടറാണ് വിജയത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ക്രിസ്ത്യാനിയായിരിക്കും നാം മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായിട്ട് നമ്മൾ തീരണം. അപ്പോൾ ഒരു നല്ല ക്യാരക്ടറുള്ള വ്യക്തിക്ക് മാത്രമേ ഒരു നല്ല വിജയത്തിലേക്ക്, ഇതിന് ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. നമ്മൾ വേറെ എന്തെല്ലാം ചെയ്ത് കൂട്ടിയിട്ടും നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് കഴിയില്ല. നല്ലൊരു ക്യാരക്ടർ, അതെങ്ങനെ നല്ലൊരു ക്യാരക്ടർ ഉണ്ടാക്കാനായിട്ട് പറ്റും? അതൊരു വലിയൊരു വിഷയമാണ്. നല്ലൊരു ക്യാരക്ടർ ഉണ്ടാക്കാൻ, ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ക്യാരക്ടർ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു വാക്യം പറയാം. അതായത് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നാം വായിക്കുമ്പോൾ, അത് നിങ്ങൾ വീട്ടിൽ പോയി പഠിക്കണം. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. അവിടെ എന്താണ്? ദൈവവചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. അതാണ് നമ്മളെ ആ പരിശുദ്ധാത്മാവ് നമ്മൾ ആരാണെന്ന ബോധ്യം, പാപിയാണെന്നുള്ള ബോധ്യം നമുക്ക് തരുന്നതും രക്ഷയിലേക്ക് നടത്തുന്നതും ഒക്കെയും ദൈവവചനത്തിൽ കൂടെയാണ്. മാത്രമല്ല, അങ്ങനെ നാം ദൈവമക്കളായി തീരുമ്പോൾ അതിനുശേഷമുള്ള നമ്മുടെ ജീവിതവും രൂപാന്തരപ്പെടുത്തുന്നത് ആരാണ്? ദൈവവചനാണ്. അപ്പൊ അവിടെ പറയുന്നത് എന്താണ്? നമ്മുടെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിച്ച് നമുക്കൊരു നല്ലൊരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവവചനം ദൈനംദിനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തനങ്ങൾക്കും നമ്മുടെ ഭാവങ്ങൾക്കും, ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവത്തിനും മാറ്റമുണ്ടാകുന്നു. ഒരു ഇന്റർവ്യൂവിന് വരുന്ന വ്യക്തി അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടാവും. എന്താണ്? ഈ കമ്പനിയുടെ താക്കോൽ അവൻ്റെ കയ്യിൽ കൊടുത്താൽ ആ കമ്പനിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് വ്യക്തമായി അവർക്കറിയാം. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു കമ്പനി ഈ അടുത്തിടയ്ക്ക് ഒരു ക്യാമ്പസ് ഇന്റർവ്യൂവിൽ ഒരാളെ തിരഞ്ഞെടുത്തു, അല്ലേ? 70 lakhs പെർ മന്ത് സാലറി, 70 lakhs. പിന്നെ വേറെ ഒരു IIM അലഹബാദിൽ പഠിക്കുന്ന ഒരു ചെറിയ ലീൻ ആൻഡ് തിൻ ബോയ്, MBA സെലക്ഷൻസ് ഒന്നും കഴിഞ്ഞിട്ടില്ല, MBA കംപ്ലീഷൻ കഴിഞ്ഞിട്ടില്ല, സെക്കൻഡ് സെം ആയതേ ഉള്ളൂ, ഇനി തേർഡ് സെം ഫോർത്ത് സെം ഉണ്ട്. പക്ഷേ ഒരു UK ബേസ്ഡ് മൾട്ടിനാഷണൽ കമ്പനി വന്ന് ഇൻ്റർവ്യൂ ഒക്കെ നടത്തി. അതിനുശേഷം ആ കമ്പനി അവനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ക്യാമ്പസ് സെലക്ഷനാണ്, കോഴ്സ് കഴിഞ്ഞ് കമ്പനിയിൽ ചേരാം. 4.3 crore പെർ ആനം, ദാറ്റ് ഇസ് എ സാലറി. അപ്പോൾ ആ മനോഭാവത്തിൽ നിന്നും, അതായത് ചിലരെടുത്ത് ചെറിയ ഉത്തരവാദിത്തങ്ങൾ കൊടുത്താൽ പോലും അത് ഇവനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അവൻ്റെ മനോഭാവം കണ്ടറിയാം. 1000 കോടി ടേൺ ഓവർ ഉള്ളൊരു കമ്പനി അല്ലെങ്കിൽ ഒരു സെക്ഷൻ അവൻ്റെ കയ്യിൽ കൊടുത്താൽ അത് നന്നായി വ്യാപാരം ചെയ്ത് അത് പ്രോഗ്രസ്സിലേക്ക് നയിക്കാൻ കഴിവുള്ളവനാണെന്ന് വിശ്വാസം എവിടെ നിന്ന് മനസ്സിലായി? ആ മനോഭാവത്തിൽ നിന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഒരു 10 മിനിറ്റ് കൂടിക്കാഴ്ചയിൽ നിന്നും ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ക്യാരക്ടർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഒരു ക്രിസ്തീയമായിട്ടുള്ള ഒരു സ്വഭാവം നമ്മളിൽ അത് വളർത്തിയെടുക്കണം. ദ ക്യാരക്ടർ, അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പറയാം. പക്ഷേ അങ്ങനെ ഒരു ക്യാരക്ടർ വളർത്തിയെടുക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം.
ദൈവം അതാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിട്ട്, വാട്ട് വിൽ ബി ദ കോൺട്രിബ്യൂഷൻ ടു മൈ ലൈഫ്? നിങ്ങൾ ഏത് വിദ്യാഭ്യാസം നേടിയാലും, നിങ്ങൾ എത്ര പണം സമ്പാദിച്ചാലും, എന്തെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്താലും, മൂന്നാമത്തെ ചോദ്യം നിങ്ങളോട് ചോദിക്കും, വാട്ട് വിൽ ബി ദ കോൺട്രിബ്യൂഷൻ ടു മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ഞാൻ കൊടുക്കുന്നത്? അതായത് നമ്മൾ വിശ്വാസികളായിരിക്കെ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ സഭയുടെ അംഗങ്ങളാണ്. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് ആക്കി വെച്ചിരിക്കുന്ന സഭയിലെ അംഗങ്ങളാണ്, അല്ലേ? ചർച്ച് സഭയിലെ അംഗങ്ങളാണ് നമുക്ക്. അപ്പോൾ ഈ സഭയുടെ അല്ലെങ്കിൽ നമുക്ക് ദൈവം പല പല കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതായത് ആത്മീയമായ വരങ്ങൾ നൽകിയിട്ടുണ്ട്, താലന്തുകൾ നൽകിയിട്ടുണ്ട്, എബിലിറ്റീസ് ആർ ഗിവൻ. നമ്മുടെ ഹൃദയം നൽകിയിട്ടുണ്ട്. ഹൃദയമുണ്ടോ? എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്നവർക്ക് ഹൃദയമുണ്ടോ? അപ്പോൾ ഹൃദയത്തിൽ നിന്നാണ് നമുക്ക് എന്തൊക്കെ ഉണ്ടാവുന്നത്? സ്നേഹം, പിന്നെ എന്തൊക്കെയാണ്? അംബീഷൻ അല്ലേ? ആഗ്രഹങ്ങൾ, ഡ്രീംസ്, ഇതൊക്കെ എവിടുന്ന ഉണ്ടാവുന്നേ? ഹൃദയത്തിൽ നിന്നാണ്. പ്രത്യാശ, സന്തോഷം, സമാധാനം, പിന്നെ വേറെ പാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിനിവേശം, ഇന്തൂസിയാസം, ഉത്സാഹം, ഇതൊക്കെ ഉണ്ടാവുന്നത് എവിടുന്നാണ്? ഹൃദയത്തിൽ നിന്നാണ്. അത് ദൈവം നമുക്ക് തന്നതാണ്. ദൈവം തന്നിട്ടുള്ള ഹൃദയം. ഐ ലവ് യു വിത്ത് മൈ ഓൾ ഹാർട്ട്. ഞാൻ എൻ്റെ ഹൃദയമെല്ലാം തുറന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പോൾ ഹൃദയത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ആത്മീക വരങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. പിന്നെന്താ ദൈവം തന്നെ നമുക്ക് നമ്മുടേതായ ജനിക്കുമ്പോൾ ദൈവം ഇൻബോൺ ക്വാളിറ്റീസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻബോൺ ക്വാളിറ്റീസ്. ചിലർ പാടാനുള്ള കഴിവുണ്ട്, ചിലർക്ക് മാത്തമാറ്റിക്സ് നന്നായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇൻബോൺ ക്വാളിറ്റീസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആത്മീക വരങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ ദൈവമക്കളായി തീരുമ്പോൾ ദൈവം നമുക്ക് നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് ആ ആത്മാവ് ഉള്ളവർക്കാണ് ദൈവം എന്തെങ്കിലുമൊക്കെ വരം കൊടുക്കുന്നത്. നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്ത് തരും? നമുക്കൊക്കെയും വരം തരും. അപ്പോൾ രക്ഷിക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ആത്മാവുണ്ട്, നമുക്കെല്ലാവർക്കും ദൈവം വരം നൽകിയിട്ടുണ്ട്. ആ വരം എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ഈ സഭയുടെ കെട്ടുപണിക്കായിട്ട് ഉപയോഗിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, എത്രയോ ആത്മീയ വരങ്ങൾ ദൈവം നിങ്ങൾക്ക് ജന്മനാ തന്നിട്ടുള്ള കഴിവുകൾ, നിങ്ങളുടെ ഹൃദയം, അതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കിട്ടിയ നിങ്ങളുടെ എക്സ്പീരിയൻസ്, വീട്ടിൽ നിന്നും കിട്ടിയിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ചർച്ചിൽ നിന്നും കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ്, ഇതൊക്കെയും എന്തിനാണ്? ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സഭയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സഭ വളരുവാനായിട്ട് അത് ഉപയോഗിക്കണം. അത് എനിക്ക് അത് എൻ്റേതല്ലത്, അത് ആര് തന്നതാണ്? ഇറ്റ്സ് എ ഗിഫ്റ്റ്. ദൈവം തന്ന ദാനമാണ്. ഇത് എനിക്ക് ഡിസേർവ് ആയിട്ടുള്ളൊരു കാര്യമല്ല, അതുകൊണ്ട് ഞാൻ ക്വാളിഫൈ ആയതുകൊണ്ട് തന്നതാണ്. അങ്ങനെയല്ല, ദൈവം എനിക്ക് നൽകിയ ഒരു ദാനമാണ്. അല്ലാതെ എനിക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ലത്, കാരണം ദൈവം എനിക്ക് തന്ന ദാനമാണ്. അപ്പോൾ പലപ്പോഴും നമുക്കറിയാം, ഈ മറ്റുള്ളവരെ നല്ല ആത്മീയ വരങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ, മറ്റുള്ളവരെ നല്ല താലന്തുകളൊക്കെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ, അവരിതൊക്കെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു അസൂയ തോന്നാറുണ്ട്, അല്ലേ? തോന്നാറുണ്ടോ? ആ അസൂയ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഒരു പക്ഷേങ്കിൽ നമ്മൾ അല്ലെങ്കിൽ അസൂയ തോന്നും. ചിലർക്കാണെങ്കിൽ ഈ കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ, നല്ല പ്രസംഗിക്കാനുള്ള കഴിവുണ്ട്, മറ്റുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്, പല മിനിസ്ട്രികൾ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുമോ ഇതൊക്കെ എൻ്റെ കഴിവാണ്. അപ്പം നമുക്ക് ഒരു അഹങ്കാരം ഉണ്ടാവുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കഴിവുകളിൽ നമുക്ക് അസൂയ ഉണ്ടാവുക, ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് സംഭവിക്കുന്നതിൻ്റെ കാരണം ഇത് ദൈവത്തിൻ്റെ ഗിഫ്റ്റ് ആണെന്നുള്ളത് നമ്മൾ മറന്നുപോയി. ഇത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളൊരു കരിയർ ചൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം നിങ്ങൾക്ക് ആത്മീക വരങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ജനിക്കുമ്പോൾ മുതൽ നിങ്ങൾക്ക് കഴിവുകൾ നൽകിയിട്ടുണ്ട്. മരിക്കുന്നത് വരെ അത് നിങ്ങളിലുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൃദയം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ലൊരു പേഴ്സണാലിറ്റി തന്നിട്ടുണ്ട്. ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് 5 സെൻസോട് കൂടി, അതായത് 5 സെൻസോട് കൂടിയുള്ള ഒരു മൈൻഡ് നമുക്ക് നൽകിയിട്ടുണ്ട്. അപാരമായ ശക്തി, അതായത് അതിനെക്കുറിച്ച് വർണ്ണിച്ചാലും തീരാത്ത കഴിവുകളുള്ള ഒന്നാണ് പേഴ്സണാലിറ്റി. അതിനുശേഷം നമുക്ക് എക്സ്പീരിയൻസ് തന്നിട്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ഞാൻ ചോദിക്കട്ടെ, പലരും ഇതുവരെയും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല, ഇതുണ്ടെന്ന് പോലും അറിയത്തില്ല. 2, ഇനി അറിഞ്ഞാൽ തന്നെയും ഇത് പ്രയോജനപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. പലരും അതിൻ്റെ ഏതാണ്ട് ഒരു ചെറിയ പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങളിത് കർത്താവിന് വേണ്ടി ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഏതൊക്കെ തലത്തിൽ വളരുമ്പോഴും ഈ മൂന്നാമത്തെ ചോദ്യത്തിന് മറുപടി നിങ്ങൾ കണ്ടെത്തണം. ഒന്നാമത്തെ ചോദ്യം എന്താണ് പറഞ്ഞേ? ഹൂ ഇസ് ദ സെന്റർ ഓഫ് യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിന്റെ മധ്യത്തിൽ ക്രിസ്തു ഉണ്ടായിരിക്കണം. 2, എന്താണ്? നിങ്ങൾക്ക് യേശു ക്രിസ്തുവിന്റെ ഭാവമുള്ള ഒരു സ്വഭാവം അത് ബിൽഡപ്പ് ചെയ്യണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
ഇനി നമുക്ക് തരാൻ പോകുന്ന എത്ര വർഷങ്ങളുണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ദൈവവചനത്തിന് മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തി നമുക്കൊരു അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ഉണ്ടാക്കാനായിട്ട്. മൂന്നാമതായിട്ട്, വാട്ട് ഈസ് മൈ കോൺട്രിബ്യൂഷൻ ടു മൈ ലൈഫ്. അതുപോലെ തന്നെ വാട്ട് വിൽ ബി ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് മൈ ലൈഫ്. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കോളേജുകൾ പഠിക്കാനായിട്ട് പോകുന്നു, അതിനുശേഷം ജോലി കിട്ടി, നമ്മൾ ജീവിതത്തിന് വിവിധ രാജ്യങ്ങളിലേക്കും വിവിധ സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നവരാണ് അല്ലേ. നമ്മുടെ ചുറ്റിലും ഈ ലോകമുണ്ട്. ഈ ലോകത്തിൻ്റെ മധ്യത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ വാട്ട് വിൽ ബി മൈ കമ്മ്യൂണിക്കേഷൻ? എന്താണ് ഞാൻ അവരോട് പറയുന്നത്? എങ്ങനെയുള്ളൊരു ജീവിതമായിരിക്കണം ഞാൻ നയിക്കേണ്ടത്? നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കുന്ന ഇതിന് മറുപടി നമുക്ക് വേണം. ഇന്നറിയാം, ഭാരതത്തിൽ ഏതാണ്ട് 130 കോടി ജനങ്ങൾ, അതിശീഘ്രം പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൽ മാത്രം 130 കോടി ജനങ്ങൾ ഇന്ന് ഈ സത്യങ്ങളൊന്നും തിരിച്ചറിയാതെ ജീവിത ലക്ഷ്യത്തിനായിട്ട് ഓടുകയാണ്. നമുക്ക് ദൈവകൃപയാൽ ഈ സത്യം തിരിച്ചറിയാൻ നമ്മുടെ കണ്ണുകളെ ദൈവം തുറന്നു അല്ലേ. നമുക്കൊരു സത്യം മനസ്സിലായി, ദൈവമാണ് എന്നെ സൃഷ്ടിച്ചതെന്നും ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശത്തിലൂടെയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ പ്ലാനും പദ്ധതികളും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ചിട്ട് ക്രമപ്പെടുത്തണമെന്നൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷെ 130 കോടി ജനങ്ങൾ ഇന്ന് ഇന്ത്യയിൽ പാപത്തിൻ്റെ അന്ധകാരത്തിൽ ജീവിക്കുന്നു. ഈ സത്യം തിരിച്ചറിയാതെ അവർ ജീവിക്കുകയാണ്. അവരും ഒരു ലക്ഷ്യമൊക്കെ വെച്ച് ഓടുകയാണ് ജീവിതം വിജയിക്കുവാനായിട്ട്. പക്ഷേ സത്യം തിരിച്ചറിയാതെയുള്ള ഓട്ടമാണ്. അപ്പൊ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നാലാമത്തെ ഒന്നാണ്, വാട്ട് വിൽ ബി യുവർ കമ്മ്യൂണിക്കേഷൻ ടു യുവർ ലൈഫ്. നിങ്ങൾ എന്താണ് മറ്റുള്ളവരോട് പറയാൻ പോകുന്നത്? ഈ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് പറയണം. ദർ ഇസ് എ മിഷൻ ഫോർ യു. നിങ്ങൾ ജീവിതത്തിലെ ഏതൊക്കെ തലങ്ങളിൽ കൂടെ കടന്നു പോകട്ടെ, ഏതൊക്കെ ജോലിയിൽ കൂടെ കടന്നു പോകട്ടെ, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ സത്യം തിരിച്ചറിയാത്ത ചിലരോടെങ്കിലും തുറന്നു പറയാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. മനസ്സിലായല്ലോ? നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട്, നിങ്ങൾ ഇനി യാത്ര ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിൽ, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ എന്തായിരിക്കണം? നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഈ ക്രിസ്തുവിനെ കുറിച്ച് പറയാനായിട്ട് കഴിയണം. ഈ സത്യം അവരോട് പറയണം. ദൈവമാണ് നിന്നെ സൃഷ്ടിച്ചതെന്നും ദൈവത്തെ ആരാധിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹമെന്നും മാത്രമല്ല അതിനുശേഷം ദൈവികമായിട്ടുള്ളൊരു സ്വഭാവം വേണമെന്നും ദൈവത്തിൻ്റെ അതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയണം. അത് മാത്രമല്ല, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഒരു നല്ല മാതൃകയുള്ളൊരു ജീവിതം, അതാണ് നമുക്ക് ആഗ്രഹം. നമ്മൾ ഒരു പക്ഷേ ഒരു നല്ല ജോലി, നല്ല വിജയത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ആധികാരികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഈ മർമ്മങ്ങൾ മറന്നുകൊണ്ട് ഒരിക്കലും നമ്മൾ ചെയ്യരുത്. അഞ്ചാമത്തെ ചോദ്യം, വാട്ട് വിൽ ബി ദ കമ്മ്യൂണിറ്റി ഓഫ് മൈ ലൈഫ്. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ ഓഫ് ഫെലോഷിപ്പ്. ഞാൻ ദൈവികമായ പ്രമാണങ്ങൾ, ഞാൻ ദൈനംദിനം ദൈവിക വചനങ്ങൾ പഠിക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം വായിച്ചു, ദൈവവചനം ജീവനും ചൈതന്യമുള്ളതും അതെന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അങ്ങനെ നമ്മൾ ദൈവിക വചനങ്ങൾ പഠിക്കുമ്പോൾ ദൈവിക സത്യങ്ങളെ തിരിച്ചറിയുകയും ദൈവിക മർമ്മങ്ങളെ അറിയുകയും ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യണം? അത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യണ്ടേ? പഠിച്ചാൽ മാത്രം മതിയോ? നോളജ് മാത്രം മതിയോ? നോളജ് ലീഡ്സ് ടു സ്കിൽ. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അത് ആരോടോ പ്രാക്ടീസ് ചെയ്യേണ്ടത്? അവിശ്വാസിയോട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? ലോകത്ത് പോയി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ വിശ്വാസികളോട് ചേർന്ന് പരസ്പരം പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ദൈവിക കൽപ്പനകൾ അത് നമ്മൾ നിറവേറ്റപ്പെടേണ്ടത് ആരോടായിരിക്കണം? നമ്മുടെ സഹവിശ്വാസികളോട്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞു വന്നതിൻ്റെ ആഗ്രഹം, നിങ്ങളൊരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ ഇനി നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമുക്ക് തീരുമാനമെടുക്കുവാനായിട്ട് കഴിയാത്തതിൻ്റെ കാരണം വ്യക്തമായി സത്യങ്ങൾ തിരിച്ചറിയാത്തതുകൊണ്ടാണ്. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും എന്ത് തീരുമാനമെടുക്കണമെന്ന് പലപ്പോഴും നമ്മൾ കുഴയുന്നതിൻ്റെ കാരണം അറിയേണ്ടതായിട്ടുള്ള പല സത്യങ്ങളും നമ്മൾ അറിയുന്നില്ല. അപ്പൊ ഇനി നിങ്ങളൊരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? എവിടെ എന്ത് ജോലി കിട്ടിയാലും എനിക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യം വേണം. രണ്ടാമതായിട്ട്, ഇനി പലർക്കും ഉണ്ട് പോകുന്ന സ്ഥലത്ത് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയാത്ത സാഹചര്യങ്ങളില്ല. അപ്പൊ ഇനി ജീവിക്കണ്ടേ എന്നൊക്കെ പറയും. പക്ഷേ നാം ഇത് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ദൈവം നമുക്ക് തന്നിട്ടുണ്ട് റീപ്ലാൻ ചെയ്യാനും പ്രീ പ്ലാൻ ചെയ്യാനും ഫ്ലെക്സിബിലിറ്റിക്കുള്ള തിരഞ്ഞെടുക്കുവാനുള്ള ഒരു കഴിവ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിന്റെ പ്ലാനുകളും പദ്ധതികളും റീപ്ലാനിങ്. ബി ഫ്ലെക്സിബിൾ ഓൺ യുവർ പ്ലാനിങ്. അത്
അൾട്ടിമേറ്റ്ലി ദൈവിക ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ദൈവികമായ പർപ്പസ് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു ഫലവുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. എൻ്റെ പിതാവ് എന്നെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ പിതാവിന് എന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. എന്താണ്? നന്നായി പഠിക്കണം, നല്ലൊരു ജോലി വാങ്ങണം, സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടണം, സഭയെയും നമ്മുടെ ബന്ധുക്കളെയും ഒക്കെ സഹായിക്കണം, നമ്മുടെ കുടുംബത്തെ നന്നായി നോക്കണം, മാതൃകയുള്ളൊരു ജീവിതം നയിക്കണം, ഒക്കെ നല്ല ഉദ്ദേശങ്ങളാണ് എന്നെക്കുറിച്ച്. പക്ഷേ ഞാൻ ഈ ഉദ്ദേശങ്ങളൊക്കെ മാതാപിതാക്കൾ പറഞ്ഞു തരുമ്പോൾ ഞാൻ ചെവിക്കൊള്ളാറില്ല, ശ്രദ്ധിക്കാറുമില്ല. പക്ഷേ ഞാൻ ജീവിത വിജയത്തിനായി പരക്കം പായുന്നുണ്ട്, വളരെ നല്ല ഹാർഡ് വർക്കറാണ്. അങ്ങനെ ഞാൻ ഒരു നല്ല ധനികനാകാനായിട്ട് ഞാൻ ലക്ഷ്യങ്ങളൊക്കെ വെച്ചു. ഞാനൊരു വലിയ ധനികനായി, അല്ലെങ്കിൽ വലിയൊരു ഉദ്യോഗസ്ഥനായി, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ്സുകാരനായി. ധാരാളം പണം, ചാരിറ്റി ധാരാളം ചെയ്യുന്നുണ്ട്, നല്ല നല്ല കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ പിതാവിനോട് ഞാൻ ഒരിക്കലും സ്നേഹം കാണിക്കുകയോ അദ്ദേഹവുമായിട്ടൊരു കൂട്ടായ്മയോ ഇല്ല. മനസ്സിലായല്ലോ? എൻ്റെ കുടുംബവുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. പക്ഷേ എൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അനേകരെ സഹായിക്കുന്നുണ്ട്, ചാരിറ്റികൾ ഒത്തിരി ചെയ്യുന്നുണ്ട്, വലിയ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്, രാജ്യത്തിന് ഗുണമുണ്ട്, സമൂഹത്തിന് ഗുണമുണ്ട്. പക്ഷേ എൻ്റെ പിതാവിനോട് മാത്രം എനിക്ക് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല, എൻ്റെ കുടുംബത്തോടും എനിക്ക് യാതൊന്നുമില്ല. അത് പ്രത്യേക കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഈ പിതാവിന് നിങ്ങളുടെ ഈ വിജയത്തിൽ സന്തോഷിക്കാൻ പറ്റുമോ? പറയൂ, പറ്റുമോ? നിങ്ങളുടെ എന്തെല്ലാം നേട്ടങ്ങൾ ഭൗമികമായി ഉണ്ടായിരുന്നാലും ഈ പിതാവിനോട് നിങ്ങളോട് സന്തോഷിക്കാനായിട്ടേ കഴിയുള്ളൂ. കാരണം പിതാവ് ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു വിജയമല്ല നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു മിനിറ്റ് ശാന്തമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നാം ഒക്കെ പരക്കം പായുന്നവരാ, ഞായറാഴ്ചയും ട്യൂഷന് പോകുന്നവരാ അല്ലേ? പലപ്പോഴും പഠിക്കാനായിട്ട് നമ്മൾ വളരെയധികം കഷ്ടപ്പെടുന്നവരാ, രാവിലെ മുതൽ വൈകുന്നേരം വരെയും പരക്കം പായുന്നുണ്ട്. നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളൊക്കെ ഓടുന്നുണ്ട്, നമ്മളൊക്കെ ഓടുകയാണ്. സമയമില്ല, സമയമേ ഇല്ല. ജീവിതത്തിൽ ഇങ്ങനെ അതിവേഗം ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം, ദൈവത്തിൻ്റെ ഉദ്ദേശം തിരിച്ചറിയാതെ നല്ലതിനു വേണ്ടി ഓടുന്ന നമ്മളോട് ദൈവത്തിൻ്റെ സത്യം നമ്മളോട് തുറന്ന് പറയണം. ഈ ദൈവിക സത്യങ്ങളെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഒത്തിരി ഓട്ടമൊക്കെ കുറയ്ക്കാമായിരുന്നു, ഒത്തിരി ഓട്ടങ്ങളൊക്കെ അനാവശ്യമാണെന്ന് മനസ്സിലായനെ. അപ്പോൾ ആവശ്യത്തിന് ഓടാനും കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് ഓടാനും ഒക്കെ നമുക്ക് കഴിയുമായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവര് നമ്മളൊക്കെ ദൈവകൃപയാൽ സ്മാർട്ടാകാൻ ദൈവം നമ്മെ സഹായിച്ചു. ദൈവിക ഉദ്ദേശം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഓടാം, ദൈവിക ഉദ്ദേശം അറിഞ്ഞുകൊണ്ട് നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാം, ദൈവിക ഉദ്ദേശം സാക്ഷാത്കരിക്കുവാൻ നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാക്കാം, അല്ലേ? അല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള, നമ്മുടെ അബ്ദുൽ കലാം പറയാറുണ്ട്, ബിഗർ ദ ഡ്രീം ബിഗർ ദി അച്ചീവ്മെന്റ്, ഡ്രീം ഡ്രീം ഡ്രീം, ദാറ്റ്സ് എ ഗുഡ്. പക്ഷേ പ്രശ്നം ഇതാണ്, എന്താണ്? ദൈവിക ഉദ്ദേശം അറിയാതെയുള്ള ഡ്രീമൊക്കെ എന്താണ്? നേടും, പക്ഷെ ആ നേട്ടത്തിൽ ദൈവത്തിന് നിങ്ങളോട് അല്ലെങ്കിൽ സന്തോഷിക്കുവാനായിട്ട് കഴിയില്ല. ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു ചെറിയ കഥ നിങ്ങൾക്ക് വേണ്ടി പറയാം. ഡ്രീം ഈസ് സോ പവർഫുൾ. അതായത് ഒരു രണ്ട് സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ്, രണ്ടര വയസ്സുള്ള കുഞ്ഞാണ്. അപ്പോൾ സൺഡേ സ്കൂൾ ക്ലാസ് ഒരു ചെറിയ ഒരു ഹാളിലാണ് നടന്നുകൊണ്ടിരുന്നത്. ഒരുപാട് കുട്ടികൾ പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലമില്ല. അപ്പോൾ തിണ്ണയിലും മുറ്റത്തും ഒക്കെ ഇരുന്ന് പഠിക്കുന്നു. അപ്പോൾ ഈ സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ കേട്ട ഒരു കഥയാണ്, നിങ്ങൾ പണ്ട് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ സൺഡേ സ്കൂൾ പഠിച്ച് അവർ വെളിയിലോട്ട് വരുന്ന സമയത്ത് ഈ കൊച്ചു കുഞ്ഞായതുകൊണ്ട് പാസ്റ്റർ ഈ കുഞ്ഞിനെ തോളത്തും വെച്ച് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ കുഞ്ഞ് ആ തോളത്തിരുന്നുകൊണ്ട് ആ പാസ്റ്ററോട് പറഞ്ഞു, കുറച്ചുകൂടെ വലിയൊരു സൺഡേ സ്കൂൾ നമുക്ക് വേണ്ടേ, കുറച്ചുകൂടെ മെച്ചമായ ഒരു സ്ഥലം നമുക്ക് വേണ്ടേ, ഒരു ചെറിയ ഡ്രീം, ചെറിയ ഡ്രീം. അപ്പോൾ പാസ്റ്റർ ഉള്ളിലൊന്ന് ചിരിച്ചു. ഇവർക്ക് എന്തറിയാം, 2 വയസ്സുള്ള കുഞ്ഞിന് എന്തറിയാം എത്ര ഭാരമാണ്, എത്ര ബുദ്ധിമുട്ടാണ് കുറച്ച് സ്ഥലം ഉണ്ടാക്കുക, അതൊന്ന് വളർത്തുക എന്ന് പറഞ്ഞാൽ എത്ര പൈസ വേണ്ടുന്ന കാര്യമാണ്. കുട്ടിക്കൊക്കെ അങ്ങനെ പറയാം. പക്ഷേ ഈ പാസ്റ്റർ വളരെ സന്തോഷത്തോടെ കേട്ട് മൂളി ശരിയാണ് എന്നൊക്കെ പറഞ്ഞു പോരുന്നു. ഈ കുഞ്ഞ് വീട്ടിലെത്തിയ ശേഷം
ഏതാണ്ട് ആഴ്ചകൾക്ക് ശേഷം ഒരു മെസ്സേജ് പാസ്റ്ററിന് കിട്ടി, ഈ കുഞ്ഞ് വളരെ സീരിയസ് ആയിട്ട് ഇരിക്കുകയാണ്, അതുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വരണം. ഈ പാസ്റ്റർ പോയി പ്രാർത്ഥിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പാസ്റ്ററിന് വേറൊരു മെസ്സേജ് കിട്ടി, ഈ കുഞ്ഞ് ഈ ലോകം വിട്ട് കടന്നുപോയി. അതിനുശേഷമുള്ള ആഴ്ച അവരുടെ ചർച്ചിൽ പാസ്റ്റർ ഒരു ചെറിയ ഒരു നാണയത്തിൻ്റെ ഒരു കെട്ട്, ചെറിയ കെട്ട്, അതിനകത്ത് ഏതാനും ചില നാണയങ്ങളേ ഉള്ളൂ, ആ കെട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ മുൻപിൽ കൊണ്ടുവന്ന് ഇങ്ങനെ മേശപ്പുറത്ത് വെച്ചു. എല്ലാ വിശ്വാസികളും ചർച്ചിലേക്ക് വന്നു. ആ ചർച്ചിലേക്ക് വന്നവരൊക്കെ ചോദിച്ചു ഇതെന്താണ്. അപ്പോൾ ഈ പാസ്റ്റർ പറഞ്ഞു, ഈ കുഞ്ഞ് അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ അമ്മ ഈ കുഞ്ഞ് നൽകിയ ഈ നാണയത്തൊട്ട് ഇവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ആ കുഞ്ഞ് കടന്നുപോയത്. ആ നാണയത്തൊട്ട് എന്തിനാണെന്ന് അറിയാമോ? ഇവിടെ വലിയൊരു സൺഡേ സ്കൂൾ ഉണ്ടാക്കാൻ. ഈ കഥ സഭയിലുള്ള എല്ലാവരും അറിഞ്ഞു. ലോകം മുഴുവൻ അറിയാനായിട്ട് തുടങ്ങി. ധാരാളം പണം വരാനായിട്ട് കഴിഞ്ഞു. അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലവും വാങ്ങി, അതിൻ്റെ അപ്പുറത്തെ സ്ഥലവും വാങ്ങി, അതിൻ്റെ അപ്പുറത്തെ സ്ഥലവും വാങ്ങി. ഒരു വലിയ സൺഡേ സ്കൂൾ എന്ന് മാത്രമല്ല, ഇന്ന് ലോകം അറിയപ്പെടുന്ന ടെമ്പിൾ സിറ്റി യൂണിവേഴ്സിറ്റി, ഏതാണ്ട് 50,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ലോകത്തിലെ വലിയൊരു യൂണിവേഴ്സിറ്റിയായി മാറി. ഒരു ചെറിയ ഡ്രീം, ആ പാസ്റ്റർ അതിനെ വലിയ ഡ്രീമാക്കി മാറ്റി. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ദൈവം നമുക്ക് പ്രോഗ്രസ്സിലേക്ക് പോകാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരും ചിന്തിക്കരുത് നിങ്ങൾ ധനികരാകുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് തെറ്റാണ്. ഇങ്ങനെയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ എല്ലാ പ്രോഗ്രസിൻ്റെയും ആധാരം ആരാണ്? ദൈവിക ഉദ്ദേശമാണ്. ദൈവിക ഉദ്ദേശം തിരിച്ചറിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? ഏത് ജോലി കിട്ടിയാലും, ഏത് ജോലി തിരഞ്ഞെടുത്താലും, ഏത് ദേശത്ത് പോയാലും ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം. ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജന്മം കൊണ്ട് യാതൊരു ഗുണവുമില്ല. 2, നിങ്ങൾ ആയിരിക്കുന്ന സമൂഹത്തിൽ എന്തെല്ലാം വിദ്യാഭ്യാസം നേടിയിട്ടും ഇന്ന് വരെയും ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് പറയാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ, എന്തെല്ലാം നേടിയിട്ടും ഒരു മാതൃകാ ജീവിതം നയിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ, യുവർ കമ്മ്യൂണിക്കേഷൻ ടു ദി പീപ്പിൾ ഈസ് നിൽ. ദൈവം നിങ്ങളെക്കുറിച്ച് അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. 3-ാമതായിട്ട് നമ്മൾ എന്താ കണ്ടത്? എ ക്യാരക്ടർ ഓഫ് മാൻ. നമ്മുടെ ജീവിതത്തിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന, നമ്മുടെ ക്യാരക്ടർ ക്രിസ്തുവിനെ പോലെ ആകുന്ന ആ വളർച്ചയിലേക്ക് നമ്മൾ പോകണം. അതൊരു വലിയൊരു സബ്ജക്റ്റാണ്. 3-ാമതായിട്ട്. 4-ാമതായിട്ട് എന്താ പറഞ്ഞേ? മൈ കോൺട്രിബ്യൂഷൻ ടു മൈ ചർച്ച്. എൻ്റെ ദൈവം എനിക്ക് നൽകിയിട്ടുള്ള കഴിവുകളും ആത്മീക വരങ്ങളും ഹൃദയവും കഴിഞ്ഞകാല അനുഭവങ്ങളും ഒക്കെ അത് കർത്താവിന് വേണ്ടി ഉപയോഗിക്കണം. ഈ 5 ദൈവിക പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങളുടെ എന്ത് തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. ഞാനൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ, ഞാനൊരു ജോലിയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, പലപ്പോഴും ഈ ദൈവിക ഉദ്ദേശങ്ങൾക്ക് അല്ലെങ്കിൽ വ്യക്തമായി മനസ്സിലാകാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടും അത് ചെവി കൊടുക്കാൻ തയ്യാറാകാത്തത് കൊണ്ടോ ആയിരിക്കാം ഒരു പക്ഷേ പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള ജോലികളിൽ പോയി വീണിട്ട് ജീവിതകാലം മുഴുക്ക ദൈവത്തെ ആരാധിക്കാനോ അല്ലെങ്കിൽ വചനത്തിൽ വളരുവാനോ നമുക്ക് കഴിയുന്നില്ല. പക്ഷെ വേറെ എന്തിനൊക്കെ നമ്മൾ വളരുന്നുണ്ട്. നമ്മളൊരു ബ്രദറുകാരനായിരിക്കാം, മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടാവാം, പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വളർച്ച ഇത് തന്നെയാണ്. അങ്ങനെയെങ്ങാനും നമുക്കൊന്ന് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വി ഷുഡ് റീപ്ലാൻ. ഈ സത്യം നമ്മളെ അതിലേക്ക് നയിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ വ്യക്തമായ മറുപടികൾ പറയാം. ഈ 5 കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് ഓർക്കാം. ദൈവത്തെ ആരാധിക്കുക, നാം ആയിരിക്കുന്ന ജനമധ്യത്തിൽ കർത്താവിനെ സാക്ഷിക്കുക. 3 ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകുക. 4 പറയണം, പെട്ടെന്ന് പറയണം. കോൺട്രിബ്യൂഷൻ ടു മൈ ചർച്ച്. ഞാൻ ആയിരിക്കുന്ന എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ദൈവം നൽകിയിരിക്കുന്ന എൻ്റെ എല്ലാ ആത്മീക വരങ്ങളും കഴിവുകളും പേഴ്സണാലിറ്റിയും അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുക. അവസാനമായിട്ട് എന്താണ്? കമ്മ്യൂണിറ്റി. നമ്മൾ എവിടെയായിരുന്നാലും നമുക്ക് നല്ലൊരു ഫെലോഷിപ്പ് വേണം. വി മസ്റ്റ് ബി വിത്ത് ഗോഡ്സ് ഫാമിലി. ദൈവജനങ്ങളോട് ചേർന്ന് സഹവസിക്കാൻ നമുക്ക് കഴിയണം. ഇനി നിങ്ങൾക്ക് തന്നെ തീരുമാനിച്ചൂടെ, ഒരു ജോലി വരുമ്പോൾ ഈ 5 കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ ജോലിക്ക് പോവാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനെയുള്ള ജോലി കിട്ടുമോ എന്ന്. ഇന്ന് വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്,
ധാരാളം ഓപ്പർച്യൂണിറ്റികളുണ്ട്. ഇനി അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റി ധാരാളമാണ്. ഓക്കെ, അതുകൊണ്ട് ഈ സത്യങ്ങൾ നാം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുമ്പോൾ തന്നെ അത് നമ്മുടെ ചുറ്റിലുമുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുവാനും നമുക്ക് കഴിയണം. അപ്പോൾ ഇനിയുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് ചോദിക്കാം, അതനുസരിച്ചായിരിക്കും എൻ്റെ മറുപടി. ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. അതായത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. എ സിംഗിൾ കരിയർ ബിക്കം ആൻ ഓൾഡ് ഫാഷൻ. പണ്ടൊക്കെ ഒരു ജോലിയിൽ കയറുക എന്നിട്ട് റിട്ടയർ ആകുക എന്നുള്ളത് ഒരു പഴയ സംഭവമായി മാറിക്കഴിഞ്ഞു. മൾട്ടിപ്പിൾ കരിയർ ഈസ് എ ന്യൂ ഫാഷൻ. സെവറൽ കരിയർ ഈസ് എ ന്യൂ ഫാഷൻ. ഒന്നിലധികം ജോലികൾ അല്ലെങ്കിൽ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലി ഒരാളും ഒരു സ്ഥലത്ത് തുടരുന്ന ഒരു സ്വഭാവത്തിലല്ല ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇന്ന് ആക്സിസ് ബാങ്കിൽ കയറിയ ആള് കയറുമ്പോഴേ തീരുമാനിക്കും 2 വർഷം കഴിഞ്ഞ് ഇവിടുന്ന് ക്വിറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഒരു കരിയർ ഉണ്ടാവുമ്പോൾ തന്നെ ദേ ആർ ലുക്കിംഗ് ഫോർ സെവറൽ വേസ് ഓഫ് ഏർണിംഗ് മണി. പലതരത്തിൽ പൈസ സമ്പാദിക്കാനായിട്ടുള്ള പലതരം വഴികളും ഇന്നുണ്ട്. ദർ ആർ സോ മെനി വേസ്. അത് മാത്രമല്ല, വിദ്യാഭ്യാസത്തിൻ്റെ കൺസെപ്റ്റും മാറി വരുന്നു. പണ്ടൊക്കെ SSLC കഴിഞ്ഞ് ഒരു 300 മാർക്ക് ഉണ്ടെങ്കിൽ P&L ക്ലർക്കാകാം. 300 മാർക്ക് കാണിച്ചാൽ. പക്ഷെ ഇന്ന് അതൊക്കെ മാറി. ഇന്ന് അതിൻ്റെ കൺസെപ്റ്റൊക്കെ മാറി. എഡ്യൂക്കേഷൻ കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ലൈഫ്. ജീവിതം അവസാനിക്കുന്നതുവരെയും എഡ്യൂക്കേഷനാണ്. നാം ഒരു കരിയറിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എന്ത് വേണം? വി മസ്റ്റ് കണ്ടിന്യൂ ലേണിംഗ്. 1971 MBBS ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ ആ ഡോക്ടറുടെ അടുത്ത് പിന്നെ പുസ്തകങ്ങളൊന്നും വായിച്ചില്ലെങ്കിൽ ആരെങ്കിലും രോഗികൾ ചെല്ലുമോ? ഇല്ല. ഇന്ന് അത് ഡോക്ടർമാരുടെ കേസിൽ മാത്രമല്ല, ഇന്ന് നമ്മുടെയൊക്കെ കേസിൽ എങ്ങനെയാണ്? വി നീഡ് ടു അപ്ഡേറ്റ് അവർ സെൽഫ്. ഇത് ഇന്ന് ലോകത്തിന് പോലും ബാധകമാണ്. വി നീഡ് ടു അപ്ഡേറ്റ് അവർ സെൽഫ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കണം. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ ഇനി ഞാനല്ലെങ്കിൽ ഇങ്ങനെ വൺ വേ ട്രാൻസ്മിഷൻ ആയിപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറയാനായിട്ട് പറ്റും. ഇനി നമുക്ക് 3 മിനിറ്റേ ബാക്കിയുള്ളൂ. പെട്ടെന്ന് ഒരു ചോദ്യം ഇല്ലയോ? പെട്ടെന്ന് ഒരു ചോദിച്ചോളൂ. ചോദിച്ചു. അതായത് ഒരു എന്തിന് പഠിക്കണം അല്ലെങ്കിൽ എന്ത് കരിയർ എടുക്കണം എന്നൊക്കെ ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഇതുവരെയും കിട്ടിയിട്ടില്ല, അല്ലേ? ഒരു പിടുത്തമില്ല. ആരെങ്കിലും പറയും അത് കൊള്ളാന്ന് പറയുമ്പോൾ അത് അങ്ങോട്ട് പോവും. അങ്ങനെയൊക്കെ ഇരിക്കുക, അല്ലേ? ആണോ? ചിലർ പറയും നഴ്സിംഗ് നല്ലതാണ്, അപ്പോൾ നഴ്സിങ്ങിന് പോയി. ചിലർ അവിടെ ഇരിക്കാൻ പറയും, അപ്പോൾ ഞാൻ ഇരുന്നു. ചിലർ അങ്ങോട്ട് പോകാൻ പറയും, അങ്ങോട്ട് പോയി. അങ്ങനെയാണോ? പറഞ്ഞോ. എനി ക്വസ്റ്റ്യൻസ്? ഒരു ചോദ്യം ചോദിക്കുക. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഇപ്പം ഏതാ ഞാൻ തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ള വ്യക്തമായിട്ട് എങ്ങനെയാണ് മനസ്സിലാകണേ? എൻ്റെ ജീവിതത്തിലെ കരിയർ അത് തിരഞ്ഞെടുക്കണത് വ്യക്തമായിട്ട് അത് എങ്ങനെയാണ് മനസ്സിലാകണേന്ന്? കരിയർ എന്തിനാ തിരഞ്ഞെടുക്കുന്നത്? എന്തിനാണൊരു കരിയർ? അതാദ്യമേ ചോദിക്കണം. എന്തിനാണൊരു കരിയർ? കരിയറിന് വേണ്ടി അല്ല നമ്മൾ ആരും ജനിച്ചതാണോ? ഒരു എഞ്ചിനീയർ ആകാൻ, ഒരു ഡോക്ടർ ആകാൻ, ഒരു ടീച്ചർ ആകാൻ, ശമ്പളം കിട്ടാൻ, ലീവ് എടുക്കാൻ. ചിലർ പറയുന്നത് ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് ലീവ് എടുക്കാനെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണോ? അതിനു വേണ്ടിയിട്ടല്ല. നമുക്ക് ഒരു സ്വപ്നമുണ്ട്, അല്ലേ? ദൈവിക ഉദ്ദേശം നിറവേറ്റാനായിട്ട് നമ്മുടെ ജീവിതത്തിലൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിനായിരിക്കണം ഇതൊക്കെ, അതിൻ്റെ ഭാഗമായിരിക്കണം ഇതൊക്കെ. അത് നിറവേറ്റാനുള്ളൊരു പ്ലാനിൻ്റെയും പദ്ധതിയുടെയും ഭാഗമായിരിക്കണം കരിയർ. മനസ്സിലായി? അപ്പം നമ്മളോട് തന്നെ ചോദിക്കണം, കരിയർ എന്തിനാ? എത്ര രൂപ വേണം ശമ്പളം? ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ട്, എനിക്കിത് തിരഞ്ഞെടുക്കണമെന്ന്. എന്നാലും ദൈവത്തിൻ്റെ ഹിതം അതാന്ന് തിരിച്ചറിയണം എങ്ങനെയാണ്? അതാ മനെ, ദൈവത്തിൻ്റെ ഹിതമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അടിസ്ഥാനമായിട്ടുള്ള 5 കാര്യങ്ങൾ
ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ ഹിതം എന്താണ്, അതിനെ ഡീവിയേറ്റ് ചെയ്യാൻ പാടില്ല. ഒന്ന്, നാം ദൈവത്തെ ആരാധിക്കണം. രണ്ട്, നമ്മൾ സാക്ഷികളാകണം. മൂന്ന്, അവൻ്റെ ക്യാരക്ടർ. നാല്, നമ്മുടെ സഭയ്ക്ക് പ്രയോജനം ഉണ്ടാവണം. അഞ്ച്, വി മസ്റ്റ് ബി എ മെമ്പർ ഓഫ് ഗോഡ്സ് ഫാമിലി. അപ്പൊ ഈ 5 കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ഹിതം. ഈ ദൈവഹിതം നിറവേറ്റാനായിട്ടുള്ള പ്ലാനുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ കരിയറിനുള്ള ബന്ധത്തിൽ. എനിബഡി, എനി ക്വസ്റ്റ്യൻ? താങ്ക് യു. എനി പറഞ്ഞ പെട്ടെന്ന്. ക്വസ്റ്റ്യൻ പറഞ്ഞ. പേടിയാവുന്നോ? ഞാനിവിടെ നിർത്തട്ടെ. റെഡി? എനി ക്വസ്റ്റ്യൻ? ഒരു ക്വസ്റ്റ്യൻ, 1-2 ക്വസ്റ്റ്യൻ വരും, പിന്നെ എല്ലാവരും ക്വസ്റ്റ്യൻ ചോദിച്ചോളും. അതൊക്കെ ഒരു ഭയമാണ് അല്ലേ? ചോദ്യം ചോദിച്ചോളൂ. ചോദ്യം ചോദിക്കാൻ തന്നെ അറിയില്ല അല്ലേ? എന്ത് ചോദ്യം ചോദിക്കണം? ഒരു കൺഫ്യൂഷനിലാണ്. അറിയാതെ നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു കൺഫ്യൂഷനാണ്. ഇപ്പം നിങ്ങൾ എന്തായാലും ഇങ്ങനെ ചെയ്യുക. നിങ്ങൾ പ്ലസ് ടുവിന് അല്ലെങ്കിൽ 11th കഴിഞ്ഞിട്ട് അല്ലേ പ്ലസ് ടുവിന് പോകുന്നവരാണ് അല്ലേ മാക്സിമം. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങളിൽ പ്രത്യേക ചില കഴിവുകൾ ദൈവം നൽകിയിട്ടുണ്ട്. പാടാനുള്ള കഴിവ്, മാത്തമാറ്റിക്സിനുള്ള കഴിവ്, മ്യൂസിക്കിനുള്ള കഴിവ്, അങ്ങനെ പല പല കഴിവുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതൊന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഏത് ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്താലും നിങ്ങൾക്ക് ഇന്ന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ കുക്കറിയിലാണ് ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് എങ്കിൽ യു ക്യാൻ ബിക്കം ദ ബെസ്റ്റ്. ഇന്ന് കുക്കറിയെക്കുറിച്ച് സംസാരിക്കാനായിട്ട് അന്തർദേശീയമായിട്ട് യാത്ര ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട്. അത് വളരെ കമ്മിറ്റഡ് ആണ്. ദേ ഹാവ് എ ഗ്രേറ്റ് പാഷൻ ഫോർ കുക്കറി ഡിസൈനിങ്. അല്ലാതെ ഡോക്ടറും എഞ്ചിനീയറും ആവും മാത്രമല്ല പ്രൊഫഷൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിലൊക്കെ നിങ്ങൾക്ക് നമ്പർ 1 ആകാം. മനസ്സിലായല്ലോ? പക്ഷെ ആ നമ്പർ 1 ആകാനല്ല നമ്മുടെ ഇവിടെ. നമുക്കാകാം, പക്ഷേ ദൈവിക ഉദ്ദേശങ്ങൾ നിറവേറ്റിക്കൊണ്ട്. ഓക്കെ, ഇനി ആർക്കെങ്കിലും പറഞ്ഞു? നോബഡി? ഞാൻ ഈ ക്ലാസ് നിർത്താൻ പോവാണ്. പിന്നെ ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടില്ല. ഞാനിനി പറയാം. നിങ്ങൾക്ക് നല്ല ചോദ്യം ഉണ്ടാക്കാൻ പറ്റാത്തതിന്റെ കുഴപ്പം എന്താന്ന് മനസ്സിലായോ? എന്താന്ന്? ഞാൻ പറയാം എന്താ കാര്യം എന്ന്. എന്താ പറഞ്ഞേ? അതെന്താണെന്നറിയ, ചോദ്യം ചോദിക്കാൻ ഇപ്പൊ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാല്, നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങോട്ട് പോകണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഇതാ കാര്യം. നിങ്ങൾക്കൊരു വ്യക്തമായ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലില്ല. മനസ്സിലായല്ലോ? വ്യക്തമായ പിന്നെ ദൈവിക ഉദ്ദേശങ്ങൾ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞു. അതനുസരിച്ചിട്ടുള്ളൊരു പ്ലാനും പദ്ധതിയും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിങ്ങൾ ഇരുന്ന് ഉണ്ടാക്കി കഴിയുമ്പോൾ ഏത് കരിയർ വേണം എന്ന് നിങ്ങൾക്ക് വ്യക്തമായി ചോദിക്കാൻ പറ്റും. ഓക്കെ, ഒരു വിശ്വാസിക്ക് അനുയോജ്യമല്ലാത്ത ഒരു കരിയർ, ഒരു വിശ്വാസിക്ക് അനുയോജ്യമല്ലാത്ത ഒരു കരിയർ എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഞാൻ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം അത് വളരെ വിഷമിപ്പിക്കുന്നത് കൊണ്ടത് അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു കരിയർ കിട്ടി, ഒരു ജോലി കിട്ടി, പക്ഷേ നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട് പറ്റാത്ത ഒരവസ്ഥയാണ് ആ കരിയറിൽ. ഓക്കെ, സുവിശേഷം പറയാനായിട്ട് അവർ അല്ല, അതിനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ല. വചനം കേൾക്കാനും പഠിക്കാനും ഉള്ളൊരു അവസ്ഥയില്ല. ആ കരിയറാണ് നിങ്ങളെ ഇതിനെല്ലാം ഉടക്ക്, കുറച്ച് പൈസയ്ക്ക് വേണ്ടി. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കരിയറുകൾ നിങ്ങൾ ചിന്തിക്കണം. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, പറ്റാതെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസാണ് ഉള്ളത്. ഇനി അതുപോലെ തന്നെ ഫാമിലി, ചിലരൊക്കെയും ജോലി, ശമ്പളം എന്നുള്ളത് മാത്രം മുൻനിർത്തി ഫാമിലിയോട് കൂടെ ജീവിക്കാൻ പറ്റാതിരിക്കുന്നതും ഹോൾ ലൈഫ് 5, 4, 10 വർഷമൊക്കെ ഓക്കെ. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം. നിങ്ങൾക്ക് യു ക്യാൻ റീപ്ലാൻ ഇറ്റ്. പണ്ടൊക്കെ ഒരു കാലത്ത് അതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇന്നത് റീപ്ലാൻ ചെയ്യാം, ഇന്നതിനൊക്കെ പ്രാധാന്യം കൊടുക്കണം. ദൈവത്തിനും ഫാമിലിക്കും ഒക്കെ നിങ്ങൾക്ക് പ്ലാൻ കൊടുത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ആദ്യം ദർ ഇസ് എ ബുക്ക് ഇൻ ദ മാർക്കറ്റ്. നിങ്ങൾ ആ ബുക്ക് വായിച്ചാൽ നല്ലതായിരിക്കും, നല്ല ഗൈഡൻസ് കിട്ടുന്നതാണ്. അതായത് ക്യാമ്പസ് ക്രൂസറിൻ്റെ വേൾഡ് പ്രസിഡന്റ് എഴുതിയ ഒരു ബുക്കാണ്.
മേക്ക് എ ലൈഫ് നോട്ട് ജസ്റ്റ് ലിവിങ്. എങ്ങനെയെങ്കിലും ജീവിക്കലല്ല, ഡിസൈൻ യുവർ ലൈഫ്. മേക്ക് എ ലൈഫ് നോട്ട് ജസ്റ്റ് ലിവിങ്. എങ്ങനെയെങ്കിലും ജീവിക്കുകയല്ല, യു ക്യാൻ ഡിസൈൻ യുവർ ലൈഫ്. ദൈവത്തിൻ്റെ ഉദ്ദേശം തിരിച്ചറിഞ്ഞ് നമുക്ക് ആ ഉദ്ദേശ സാക്ഷാത്കാരം നിറവേറ്റാനായിട്ട് വലിയ വലിയ പദ്ധതികളും ലക്ഷ്യങ്ങളും ഉണ്ടാക്കി നമുക്ക് നമ്മുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും, അല്ലേ? നമുക്ക് 2 ബെഡ്റൂം വീടും വെക്കാം. ഓക്കെ, അതായത് ഒരു വീടൊക്കെ വെക്കുന്നതിന് മുമ്പ് നമ്മൾ ബ്ലൂ പ്രിന്റ് ഒക്കെ ഉണ്ടാക്കാറില്ലേ? ആണോ? ആ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി എന്താണോ അതിനകത്തുള്ളത് അതൊരു വീടായിട്ട് വരുന്നത് പോലെ 2 ബെഡ്റൂം ആണെങ്കിൽ 2 ബെഡ്റൂം, 3 ബെഡ്റൂം ആണ് 3 ബെഡ്റൂം, 4 ബെഡ്റൂം ആണെങ്കിൽ 4 ബെഡ്റൂം. എങ്ങനെയാണോ നമ്മൾ ഡിസൈൻ ചെയ്തത് ദാറ്റ് വിൽ ബിക്കം റിയാലിറ്റി. അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മനസ്സുകൊണ്ട് നമുക്ക് ദൈവിക പദ്ധതികളെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കാണിച്ചു തരുമ്പോൾ ആ ദൈവിക പദ്ധതികളെ നിറവേറ്റുവാനായിട്ട് നമുക്ക് ഇമാജിനേഷൻ ചെയ്യാനുള്ളൊരു കഴിവ് ദൈവം നൽകിയിട്ടുണ്ട്, ഡിസൈൻ ചെയ്യാനുള്ളൊരു കഴിവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമ്മൾ പ്രോഗ്രസ്സിലേക്ക് പോകണം. ഓക്കെ, ബിഗർ ദ ഡ്രീം, ബിഗർ ദി അച്ചീവ്മെന്റ്. നാളത്തെ പ്രോഗ്രസ്സിനെ കുറിച്ച് ചിന്തിക്കുക, ആത്മീയമായ പ്രോഗ്രസ്സിനെ കുറിച്ച് ചിന്തിക്കുക. ഇന്ന് നമ്മൾ നോക്കിയിട്ട് ദൈവിക പ്രവർത്തനങ്ങളിൽ ഇന്ന് ഏതെല്ലാം മിനിസ്ട്രിയാണ് ഉയർന്നു വരുന്നത്. കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള മിനിസ്ട്രി, ഓരോ മിനിസ്ട്രി, നമ്മൾ പുതിയ പുതിയ മിനിസ്ട്രികളാണ് ഇന്ന് കേൾക്കുന്നത്. അതൊക്കെ എന്താണ്? ഓരോ ദൈവമക്കൾ അവരുടെ മനസ്സിൽ വലിയ വലിയ സ്വപ്നങ്ങൾ കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി അവരുണ്ടാക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. നമുക്കും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടേ? ഓക്കെ ഓക്കെ, ഷാൽ ഐ സ്റ്റോപ്പ് ഇറ്റ്? ഓക്കെ, നാളെ നല്ല നല്ല ചോദ്യങ്ങളായിട്ട് വരിക. there is one question. പറഞ്ഞോ. ഇപ്പം നമ്മൾ ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജസ് നമുക്ക് അഡ്മിഷൻ കിട്ടി, പക്ഷേ അവിടെ നമുക്ക് ആരാധനയ്ക്ക് കൂടാനൊന്നും മാർഗ്ഗമില്ല. അപ്പം നമുക്ക് ആ കോഴ്സിൽ പോകാൻ പറ്റും? ഇപ്പം നമ്മൾ ആഗ്രഹിച്ച കോളേജിൽ, ഇഷ്ടപ്പെട്ട കോളേജിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടിയത്, പക്ഷെ നമുക്ക് അവിടെ ആരാധനയ്ക്ക് പോകാനൊന്നും ഒരു അവസരമില്ല. അപ്പോൾ ആ കോഴ്സ് എടുക്കുന്നത് ശരിയാണോ? നമ്മൾ പോകുന്ന ഒരു കോളേജിൽ നമുക്ക് ആരാധനയ്ക്കായിട്ടുള്ള സൗകര്യങ്ങളില്ല. അതുകൊണ്ട് നമ്മൾ ആ കോഴ്സ് തിരഞ്ഞെടുക്കണോ വേണ്ടയോ? ആ തിരഞ്ഞെടുക്കാനും തിരഞ്ഞെടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കാ ദൈവം തന്നേക്കുന്നേ? ആർക്കാണ്? എല്ലാം തിരഞ്ഞെടുക്കും. നന്മ തിരഞ്ഞെടുക്കാനും തിന്മ തിരഞ്ഞെടുക്കാനും ദൈവിക ഉദ്ദേശങ്ങൾ നിറവേറ്റാനും ഒക്കെ തീരുമാനം ചെയ്യാനുള്ള ശക്തി ആർക്കാ തന്നിരിക്കുന്നത്? ദൈവം ഇങ്ങനെ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളെ മെഷീനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതല്ല. സ്വിച്ച് ഇടുമ്പോൾ ഓൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം സത്യം നമുക്ക് തന്നിട്ട് പറയാണ്, ജീവിച്ചോ, തീരുമാനിച്ചോ, യു ചൂസ്. അതുകൊണ്ട് പറഞ്ഞേ, സക്സസ് ഈസ് എ ചോയ്സ്. ചൂസ് വിക്ടിം ഓർ വിക്ടർ. ഓക്കെ, നമുക്ക് തീരുമാനിക്കാം. ഈ ദൈവിക സത്യങ്ങളുടെ മുൻപിൽ ഞാൻ എന്ത് തീരുമാനം എടുക്കണം എന്ന് തീരുമാനിക്കും. ദൈവം ആ തീരുമാനം നിങ്ങളുടെ ഉള്ളിലുണ്ട്, ആ ഭാരം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവം വഴികൾ കാണിച്ചു തരും. ഓക്കെ, ഐ വാണ്ട് ടു സ്റ്റഡി സ്പെഷ്യലൈസേഷൻ ഇൻ HR. Can you advise me some of the most important colleges? ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ഗൂഗിൾ മാത്രം വേണമെന്നില്ല, മനോരമയുടെയും മാതൃഭൂമിയുടെയും കരിയർ ഗൈഡൻസിൻ്റെ ബുക്ക് വരുന്നുണ്ട്. അത് വാങ്ങിച്ച് അതിലത്തെ ലിസ്റ്റ് ഓഫ് കോളേജസും ആ കോളേജിലുള്ള എല്ലാ കോഴ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള 100 കണക്കിന് കോളേജുകൾ ആ ലിസ്റ്റിലുണ്ട്. നിങ്ങൾക്ക് നോക്കാം. അതല്ലെങ്കിൽ ഗൂഗിളിൽ പോയി ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഇത് വളരെ ഈസിയാണ്. ഇതിന് ആൻസർ കിട്ടും. ഞാൻ നെയിം ചെയ്ത് പറയാൻ ബുദ്ധിമുട്ടാണ്, കാരണം hundreds of colleges in India and outside India you will get. Okay, any questions? Any questions? എല്ലാവരും പേടിച്ചവിടെ ഇരിക്കും. Okay, sir, my time is up. പറഞ്ഞോ. ശബ്ദം പോയോ? നിങ്ങളിപ്പോൾ കരിയർ ഒരു മ്യൂസിക് കരിയറായിട്ട് എടുത്തിട്ട് ഇപ്പോൾ ഒരു റോക്ക് ബാൻഡിൽ കയറിയെന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഫെലോഷിപ്പും നല്ല ഫെലോഷിപ്പും വർഷിപ്പിന് പോകാനും എല്ലാം പറ്റുന്നുണ്ട്. സോ ഇസ് ദാറ്റ് എ റൈറ്റ് ഓപ്ഷൻ? അല്ല, ഇപ്പോൾ ഒരു മ്യൂസിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ആ മ്യൂസിക് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നല്ല കരിയറാണത്.
ഇപ്പം ഈ മ്യൂസിക് ദൈവം തന്നിരിക്കുന്ന ഒരു കഴിവ് ഒരു കരിയറായിട്ട് മാറ്റി നമുക്ക് നമ്മുടെ ആത്മീക ജീവിതത്തെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്ന തലത്തിലേക്ക് പോകുന്ന ഒരു പ്രൊഫഷനായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. നമ്മുടെ സെൻട്രലിൽ നിന്ന് നമ്മുടെ ക്രിസ്തു അകന്നു പോയി കഴിഞ്ഞാൽ ഈ കരിയർ നമ്മളെ അകറ്റുന്നതാണെങ്കിൽ ആ കരിയർ മാറുക, അത്രേ ഉള്ളൂ. ഓക്കെ, യാ കൈവൊക്കെ എന്നാലേ കാണാൻ പറ്റും. എങ്ങനെയാണ് കരിയർ ആൻഡ് മിനിസ്ട്രി വർക്കും ഒരുമിച്ച് കൊണ്ടുപോകാം? ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയാം. ഇനി എൻ്റെ ഒരു 2 മിനിറ്റ് കേൾക്കുക. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ബാലസംഘം ക്യാമ്പുകൾ നിങ്ങളെപ്പോലെ എല്ലാ ക്യാമ്പുകളും ഒരു ക്യാമ്പ് പോലും മിസ് ചെയ്യാതെ ഞാൻ 18ാമത്തെ വയസ്സ് വരെ ക്യാമ്പുകളെല്ലാം അറ്റൻഡ് ചെയ്തു. 18ാമത്തെ വയസ്സ് കഴിഞ്ഞാണ് ഞാൻ എൻ്റെ കരിയറിലേക്ക് ഞാൻ പോകുന്നത്. എനിക്ക് പഠിക്കാനായിട്ട് പോകേണ്ടി വന്നു. അതിനുശേഷം എൻ്റെ കരിയറിലേക്ക് ഞാൻ മാറി. അതിനുശേഷം ഏതാണ്ട് 36ാമത്തെ വയസ്സിലാണ് ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ ആരാധിക്കാനും എല്ലാവരും പോകുന്ന സ്ഥലത്തൊക്കെ ആരാധിക്കാനുള്ള ചാൻസ് എനിക്ക് കിട്ടി. ചില സ്ഥലങ്ങളിൽ എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള കരിയറിൽ കണ്ട ഒരു കാര്യം, പലപ്പോഴും കരിയറിലെ ബോസ് അല്ലെങ്കിൽ കരിയറിലെ ഒബ്ജക്റ്റീവ് ആയിരിക്കും നമ്പർ 1. പിന്നെ കിട്ടുന്ന സമയത്തിൽ മാത്രമേ നമുക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതൊരു വിഷയമാണ്, അത് നമുക്ക് പിന്നെ ചിന്തിക്കാം. ഞാനത് വളരെ സീരിയസ് ആയി കണ്ടു. കാരണം ദൈവിക ലക്ഷ്യങ്ങൾ, ദൈവം എന്നെ സൃഷ്ടിച്ചു, ദൈവിക ലക്ഷ്യങ്ങളുണ്ട്, അത് നിറവേറ്റിയാലേ എൻ്റെ ജീവിതത്തിന് അർത്ഥമുള്ളൂ എന്ന് മനസ്സിലായപ്പം ഈ നേട്ടങ്ങളൊക്കെ വെറുതെയെന്ന് മനസ്സിലായി. അപ്പം ഞാൻ എൻ്റെ ജോലി കളയാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റേതായ കുറച്ചുകൂടെ ദൈവം തന്ന സമയം ഒന്നുകൂടെ ഉപയോഗിക്കാനായിട്ട് ഞാൻ വേറൊരു മേഖല കണ്ടെത്തി. എന്ന് പറഞ്ഞാൽ ദൈവിക സത്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ അതിനോട് നീതി പുലർത്താനായിട്ട് എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ശക്തി തന്നു. ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് എൻ്റെ ജോലി വിട്ടു. ഞാൻ എൻ്റെ 2ാമത്തെ കരിയറിലേക്ക് ചാടി. അവിടെ എനിക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കിട്ടി. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത്? നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു, ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു. ശനിയും ഞായറും ഞാൻ ചില ദൈവവേലയ്ക്കായിട്ട് ഞാൻ പോകുന്നു. മനസ്സിലായല്ലോ? ഞാൻ ഗവൺമെൻറ് ജോലിയിൽ ആയിരുന്ന ഗവൺമെൻറ് ജോലിയിൽ എനിക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഓക്കെ, ഒരു സർട്ടൻ പീരീഡ് വരെ ഞാൻ ജോലി ചെയ്തു. അതിനുശേഷം കരിയർ ഞാൻ മാറ്റി. ഇപ്പം എനിക്ക് എൻ്റേതായ ചില സമയം കണ്ടെത്തി കർത്താവിന് വേണ്ടി വേല ചെയ്യാനായിട്ട് കഴിയുന്നു. അതെന്തുകൊണ്ടാണ്? ഒരു തീരുമാനമെടുത്ത് ദൈവികമായിട്ടുള്ള ഉദ്ദേശങ്ങളെ നിറവേറ്റാനുള്ള ഒരു ഡിസയർ, ആഗ്രഹം എന്നിലുണ്ടായതുകൊണ്ട്. അപ്പം നിങ്ങൾക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ എൻ്റെ കരിയറിനോടൊപ്പം തന്നെ ഞാൻ കർത്താവിനെ സേവിക്കുന്നു. ഞാൻ ഗിഡിയൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സുവിശേഷീകരണത്തിന് വേണ്ടി 194 രാഷ്ട്രങ്ങളിലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ എനിക്കും പങ്കാളികളാകാൻ കഴിയുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ശനിയും ഞായറും കുടുംബമായിട്ട് ഞാൻ യാത്ര ചെയ്യുന്നു. ആ വേലയിൽ ഒരുപാട് പേരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഞാനും അതിൽ പങ്കൊള്ളുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വേല തീർച്ചയായിട്ടും നമുക്കൊരു കരിയറിനോടൊപ്പം ചെയ്യാനായിട്ട് പറ്റും. അതെ, ഒരു ലോയർ ആകുന്നതിൽ ദൈവവചനം അനുസരിച്ച് തെറ്റുണ്ടോ? ഇനിയിപ്പോൾ നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഈ 5 കാര്യങ്ങൾ അതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആർമി ഓക്കെ, 5 കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ ഇപ്പം ഞാൻ ഒരു വക്കീലായിട്ട് ചിലർക്കൊക്കെ ഒരു ചിന്തയുണ്ട്, ഒരു വക്കീലായി കഴിഞ്ഞാൽ കള്ളം പറഞ്ഞാലേ എങ്ങനെയും നമ്മുടെ ക്ലയൻറ്റിനെ അവരെ രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തിലുപരിയായിട്ട് തീർച്ചയായിട്ടും സത്യസന്ധമായിട്ട് ആ ജോലി ചെയ്യാൻ പറ്റുമെന്ന് പലരും പ്രൂവ് ചെയ്തിട്ടുണ്ട്. എബ്രഹാം ലിങ്കൻ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പോൾ കള്ളം പറഞ്ഞാലേ, ചിലർക്കൊക്കെ ഉണ്ട് ബിസിനസ് ചെയ്യുന്നവർ കള്ളം ചെയ്താലേ ബിസിനസ് ചെയ്യാൻ പറ്റൂ, കള്ളം പറഞ്ഞാലേ വക്കീലാവാൻ പറ്റൂ. അങ്ങനെയൊന്നും ഇല്ല. സത്യസന്ധമായിട്ട് ചെയ്യാനും അവിടെയൊക്കെ നമുക്ക് ഒരു വ്യത്യസ്തനാകാൻ കഴിയും. ആ പ്രൊഫഷനിൽ കഴിയും. വളരെ മൂല്യമുള്ള ഒരു ജോലിയാണത്. ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം വന്നാൽ അപ്പൊ നമ്മള് ഒരാളെ എങ്ങനെ കൊല്ലണേ? അതായത് അത് നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, അതായത്
ഇന്ത്യൻ ആർമിയിലാണ് ജോലി. അപ്പോൾ യുദ്ധത്തിലേക്ക് പോവാണ്. അപ്പോൾ പാകിസ്ഥാനെ കണ്ടു ഓഫീസർ ഓർഡർ ചെയ്യുന്നു, കിലേം ഷൂട്ട്, ഷൂട്ട് ചെയ്യേണ്ടി വരും അല്ലേ? അത് വാസ്തവമാണ്. പക്ഷെ ഞാനീ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കരിയർ ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. യു ചൂസ് യുവർ കരിയർ. ഓക്കെ. രാഷ്ട്രീയ പ്രവർത്തനം തെറ്റാണോ? നല്ലൊരു ചോദ്യമാണ്. രാഷ്ട്രീയ പ്രവർത്തനം തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഇന്നത്തെ ചെറുപ്പക്കാർക്ക്, പ്രത്യേകിച്ച് നമ്മൾ മാത്രമല്ല, വിശ്വാസികൾ മാത്രമല്ല, ഇന്ന് വളർന്നു വരുന്ന തലമുറയ്ക്ക് രാഷ്ട്രീയം എന്ന് കേൾക്കുമ്പോൾ എന്താ പറയുക, ഐ ഡോണ്ട് ലൈക്ക് എന്ന് പറയുന്നവരാണ് മാക്സിമം. ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. ഞാൻ പോകുന്ന സ്കൂളുകളിലും കോളേജിലും ഇൻ്റർവ്യൂ എടുക്കുന്നവരൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ രാഷ്ട്രം, രാഷ്ട്രീയം ഈ 2 കാര്യങ്ങളും വളരെ തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിശ്വാസികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, രാഷ്ട്രം, രാഷ്ട്രീയം, നമ്മൾ രാഷ്ട്രത്തിലാണ്. രാഷ്ട്രീയം ശരിയായ നിലയിൽ നോക്കുമ്പോൾ രാഷ്ട്രത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് നല്ലത് തന്നെയാണ്. എന്നാൽ ഇന്ന് നമ്മൾ പൊതുവെ അത് കാണുന്നതിൻ്റെ കാരണം അതിൻ്റെ തെറ്റായ കാര്യങ്ങൾ ധാരാളമുണ്ട് അല്ലേ? തെറ്റായ കാര്യങ്ങൾ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട്, നല്ല കാര്യങ്ങളാണെങ്കിലും there are so many people misusing the right thing in a wrong way. പറയാം മതങ്ങൾ എടുക്കുക, മതങ്ങൾ നല്ലതാണോ? നല്ലതാണ്. പക്ഷേ they are misusing religion for their own interest എന്ന് പറയുന്ന പോലെ രാഷ്ട്രീയം എന്ന് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന നമുക്ക് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് വിശ്വാസികളായിരിക്കെ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ. അല്ലാതെ രാഷ്ട്രീയം തെറ്റായതുകൊണ്ടൊന്നുമല്ല. കാരണം നമ്മുടെ രാഷ്ട്രത്തെ ഭരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളാണ്, ജനകീയ ഭരണമാണ്. അത് തെറ്റാണ് എന്ന് പറയുന്നത് തീരെ തെറ്റാണ്. പക്ഷേ ആ ഒരു സാഹചര്യത്തോട് ഇഴുകിച്ചേരാനായിട്ട് ഒരു പക്ഷേങ്കിൽ നമ്മുടെ ഈ ദൈവിക ലക്ഷ്യങ്ങൾ ചിലപ്പം നിറവേറ്റപ്പെടാൻ സാധ്യതയില്ല. ഓക്കെ. ഫാഷൻ ഡിസൈനിങ് ചൂസ് ചെയ്യുന്നത് തെറ്റാണോ? ഫാഷൻ ഡിസൈനിങ്ങിനെ കുറിച്ച് നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത്? നല്ല ഡ്രസ്സ് ഡിസൈൻ ചെയ്യുക. ഡിസൈനിങ് എന്ന് പറയുന്ന മേഖല വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. കാരണം നമുക്ക് തന്നിരിക്കുന്ന അത് അങ്ങനെയുള്ളവർക്ക് മാത്രമുള്ളൊരു കഴിവാണ് ഡിസൈൻ ചെയ്യാൻ. സമാഗമന കൂടാരം ഉണ്ടാക്കാനായിട്ട് ദൈവം ആരെങ്കിലുമൊക്കെ തിരഞ്ഞെടുത്തില്ല. അതിനുവേണ്ടി പ്രത്യേക ടാലൻറ്റഡ് ആയിട്ടുള്ളവരെ, അതിൻ്റെ സ്കില്ലും അറിവും ആ എബിലിറ്റീസും ഉള്ളവരെ മാത്രമേ തിരഞ്ഞെടുത്തുള്ളൂ. എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഡിസൈൻ ചെയ്യാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്, യു ക്യാൻ ഡിസൈൻ അല്ലേ? യു ക്യാൻ ഡിസൈൻ. ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന നമ്മുടെ ഡ്രസ് ഹാബിറ്റ്സ് ആർ ഗോയിങ് ടു ചേഞ്ച്, ഫുഡ് ഹാബിറ്റ്സ് ആർ ഗോയിങ് ടു ചേഞ്ച്, എവറിത്തിങ് ഗോയിങ് ടു ചേഞ്ച്. ഇന്നത്തതല്ല നാളെ. ഇന്നത്തത് എന്നും ഒരേ കാര്യങ്ങൾ തുടരാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഡിസൈനർ ഹാസ് എ ഗുഡ് പ്രൊഫഷൻ. ഡിസൈനിങ് ഈസ് എ ഗുഡ് പ്രൊഫഷൻ. ഓക്കെ. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം, ഡിസൈൻ ചെയ്ത് ലോകത്ത് പിന്നെ കരീന കപൂറിൻ്റെയും അവരുടെയൊക്കെ പോലെ ഇങ്ങനെ പോയിട്ട് ഡിസൈൻ ചെയ്ത് അവരെ ലോകത്തിലേക്ക് അങ്ങ് പോകാനുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ട് പേടിച്ചുകൊണ്ട് പറയുന്നതാണ് ചെയ്യരുതെന്ന്. ഓക്കെ. ഡിസൈനിങ് ഈസ് എ ഗുഡ് ഫീൽഡ്. പക്ഷേ ഈ 5 കാര്യങ്ങൾ മറക്കരുത്. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വക്കീലാകുന്നത് തെറ്റാണോ? കൊണ്ട് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? വക്കീലാകാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? വക്കീൽ ആകാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? മോനെ ഞാൻ പറഞ്ഞല്ലേ, ഓക്കെ. ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പം എന്നോട് ചോദിച്ചൊരു കാര്യം, വക്കീൽ ആകാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഈ വക്കീൽ പ്രൊഫഷൻ എന്താണെന്ന്. അതായത് പല കാര്യങ്ങളും ചിലപ്പോൾ എന്താ വെച്ചാൽ, അതായത് നീതി ലഭിക്കാതെ ഇരിക്കുന്ന നല്ലൊരു സമൂഹമുണ്ട്, നീതി ലഭിക്കാത്ത പല വ്യക്തികളുമുണ്ട്. ആ നീതി ലഭിക്കാനായിട്ടുള്ള ഒരു മെക്കാനിസമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആ പ്രൊഫഷൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ സത്യസന്ധമായ നിലയിൽ ആ പ്രൊഫഷൻ ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ല ജോലിയാണത്. ഓക്കെ. താങ്ക് യു. Let us give a big hand to our Dr.
That's fine. നമ്മൾ വേറൊരു ലോകത്തിലായിരുന്നു അല്ലേ? രാവിലെ ട്രിനിറ്റിയെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും എല്ലാം പഠിച്ച നമ്മൾ ഇനി ഈ ലോകത്തിലാ ജീവിക്കേണ്ടത് എന്നുള്ള ബോധ്യം ഇപ്പം നമുക്കുണ്ടായത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം, ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ ജീവിക്കാനായിട്ട് കഴിയും. നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. അങ്കിൾ ജോൺ ജോർജ് മുമ്പോട്ട് വരണം. എന്നാൽ അതിന് മുമ്പായിട്ട് എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ബ്രദർ ജോൺ ജോർജ് മുമ്പോട്ട് വരണം, പ്രാർത്ഥന. ഓക്കെ, ശ്രദ്ധിക്കുക, നാളെ കരിയറിൻ്റെ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട് പല ബൂത്തുകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പ്രിപ്പയർ ആകണം. നിങ്ങൾക്കിഷ്ടമുള്ള കരിയർ ചൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇന്ന് കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക പ്രാർത്ഥിച്ചുകൊണ്ട്. എന്നിട്ട് അതിനുള്ള കരിയർ ബൂത്തുകൾ ഇവിടെ ഉണ്ടാകും. ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് അവിടെ പോകാനായിട്ട് കഴിയും. എനിക്ക് ഒടുവിൽ കിട്ടിയ ഒരു ചോദ്യം, സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ സുവിശേഷ വേല ചെയ്യാനായിട്ട് കഴിയുമോ എന്നുള്ളത്. നമ്മുടെ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏത് പ്രൊഫഷൻ്റെ കൂടെയും കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് ജീവിക്കാനായിട്ട് കഴിയും. എത്രയോ ആളുകൾ തങ്ങളുടെ പ്രൊഫഷനോടൊപ്പം കർത്താവിൻ്റെ വേല ചെയ്യുകയും യേശുക്രിസ്തുവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്തിട്ടുള്ളവരെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് നമുക്കൊരു ലൈഫേ ഉള്ളൂ. നാം തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് കഴിയണം. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ പറഞ്ഞത് നമ്മൾ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരാകണം എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജോലി കൊണ്ടും നമ്മുടെ സാമൂഹ്യ ജീവിതം കൊണ്ടും നമ്മുടെ സുവിശേഷ പ്രവർത്തനം കൊണ്ടും നമ്മുടെ ഓരോരുത്തരുടെ ലൈഫ് കൊണ്ടും കർത്താവിനെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയണം. നമ്മൾ ചില പ്രൊഫഷനെക്കുറിച്ച് അങ്കിൾ രാജൻ ബാബു പറഞ്ഞതുപോലെ ആ പ്രൊഫഷൻസ് പലതും തെറ്റായിട്ട് ഉപയോഗിച്ചത് കൊണ്ടാണ് അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യും. വക്കീൽ പണി, US ബ്രദറുകാരുടെ പിള്ളേർ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു പ്രൊഫഷനാണ് ലോയർ. അവർ കോടതിയിൽ പോയി വാദിക്കാനല്ല. ലോയേഴ്സിന് ഇന്ന് ആവശ്യമുള്ളത് കേവലം കോടതിയിൽ മാത്രമല്ല, ലോയേഴ്സിന് ഇന്ന് ആവശ്യമുള്ളത് മിക്കവാറും എല്ലാ കമ്പനികളിലുമാണ്. കമ്പനികളുടെ ലീഗൽ ആസ്പെക്ട്സ് ഹാൻഡിൽ ചെയ്യുവാനായിട്ട്. അങ്ങനെയെങ്കിൽ ഒരുപാട് ലോയേഴ്സിനെ വേണ്ടി വരും. പക്ഷേ നമ്മൾ ആ പ്രൊഫഷൻ കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ അതാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. എനിവേ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരോടും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നാളെ രാവിലെ നമ്മൾ വിവിധ സെഷനുകളിൽ കരിയർ ഗൈഡൻസിൻ്റെ ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. ഒരു പ്രാവശ്യം കൂടെ ഡോക്ടർ രാജൻ ബാബുവിനോട് നന്ദി പറയുന്നു. ഇപ്പോൾ അങ്കിൾ ജോൺ ജോർജ് പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെഷൻസ് അവസാനിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടക്കിയിരിക്കണം, ശബ്ദമുണ്ടാക്കരുത്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവയെ, തിരുനിവാസം എത്ര മനോഹരം. എൻ്റെയുള്ള യഹോവയുടെ പ്രകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നുവെന്ന് ഞങ്ങൾ ദൈവജനത്തിൽ വായിക്കുന്നു. കർത്താവെ, അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങൾ ഇത്രയും നേരം ഇരുത്തിയതിനായി സ്തോത്രം. കർത്താവെ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ ഉണ്ടായിരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ടീൻസ് ക്യാമ്പായിട്ട് ഈ വർഷവും കർത്താവെ കൂടുവാൻ തക്കൊണ്ട് ഇടയാക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം. അതിനുവേണ്ടി കർത്താവെ ചുമതല കൊടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരുടെ ഹൃദയത്തിൽ കൊടുത്ത വലിയ വാഞ്ചയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ വർഷത്തിലും കർത്താവെ 3 ദിവസം ഈ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായി കർത്താവ് ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമെന്ന് ഞങ്ങൾ ദൈവജനത്തിൽ വായിക്കുന്നു. ആ നിലയിൽ ദൈവ സന്നിധിയിലെ സന്തോഷവും സമാധാനവും അനുഭവിപ്പാൻ തൊക്കണം ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് അതിനെ സഹായിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൽ അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യം ഏഴകളാകാൻ ഞങ്ങൾക്ക് കൃപയാലെ അവിടുന്ന് ദാനമായി തന്നതിനായ സ്തോത്രം. ജ്ഞാനികൾക്കും വിവേകികൾക്കും ലഭിക്കാത്ത ഈ മഹാഭാഗ്യം കർത്താവെ, അറിവിൽ ശിശുക്കളാകുന്ന ഞങ്ങൾക്ക് കൃപയാലെ അവിടുന്ന് യുഗങ്ങൾക്ക് മുമ്പേ കണ്ട ആ ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവസാന്നിധ്യത്തിലെ അവരെ ഇരുത്തിയതിനായി സ്തോത്രം. കർത്താവെ, ദൈവജനത്തിൽ നിന്ന് പ്രിയപ്പെട്ട ദാസനിൽ കൂടെ അവരോട് കർത്താവെ സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ രാജൻ ബാബുവിനായി സ്തോത്രം. കർത്താവെ, ഏത് നിലയിൽ അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തണമെന്നുള്ളത് കർത്താവെ വളരെ വ്യക്തമായിട്ട് ഈ രാത്രിയിലും വരച്ചു കാട്ടിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്താണ്,
അവരെന്ത് തിരഞ്ഞെടുക്കണം, എങ്ങനെ ജീവിക്കണം, അവരുടെ മനോഭാവം എന്തായിരിക്കുന്നു എന്നുള്ളതൊക്കെയും വളരെ വ്യക്തമായിട്ടും സത്യമായിട്ടും ഈ രാത്രിയിൽ കർത്താവെ പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്താനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കേട്ട വചനം കർത്താവെ അവർ ശ്രദ്ധയോടെ അവർ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ തക്കവണ്ണം അവരുടെ ക്രിസ്തീയ ജീവിതത്തിന് അത് മുതൽക്കൂട്ടായി തീരുവാൻ തക്കവണ്ണം വരും ദിവസങ്ങൾ അത് പ്രകാരം അവർ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയാക്കണം നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കേട്ട എല്ലാ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദൈവജനത്തിൽ നിന്ന് അവർ കേൾക്കുവാനും അനേകർ കർത്താവിന് വേണ്ടി അവരുടെ ജീവിതത്തെ സമർപ്പിക്കുവാനും ഇടയാക്കി അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഓർക്കുന്നത് പോലെ കർത്താവെ വളരെ ബദ്ധപ്പാടും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെയുള്ള ഒരു വിഷയമാണ് ക്യാമ്പ് നടത്തുന്നതെങ്കിലും അതിൻ്റെ ഫലങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിൽ ചെയ്യുന്ന യത്നങ്ങളൊന്നും വൃഥാഭാഗത്തില്ല എന്ന് ഓർത്ത് ഞങ്ങൾ അധികം കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കണം, മുറിഞ്ഞു വീഴാൻ തക്കണം. ഈ രാത്രിയിലെയും പൗലോസിൻ്റെ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഞ്ഞടിക്കുകയാണ് കർത്താവെ. ആ നിലയിൽ കർത്താവിൻ്റെ ചുമതലയെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. വരും ദിവസങ്ങളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവെ നടത്തുവാനും അനേകരുടെ ജീവിതത്തിൽ കർത്താവെ അത് ഏറ്റവും പ്രയോജനകരമായി തീരുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചുമതലയെടുക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. അതിൻ്റെ കർത്താവെ ഭാരവാഹികളായി അനേക നാളുകളായി കർത്താവെ ഇതിനുവേണ്ടി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരക്കയിൽ ഞങ്ങൾ പരിവേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അവരെടുത്ത് വെച്ചിരിക്കുന്ന കാൽവെപ്പ് ഏറ്റവും അനുഗ്രഹമായ നിലയിൽ കർത്താവെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കണം. അനേക കുഞ്ഞുങ്ങൾക്ക് കർത്താവെ അതേ മാതൃകയായി അതേ കർത്താവെ അനുഗ്രഹമായി തീരുവാൻ തൊക്കണം വരും ദിവസങ്ങളിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കായ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ. ലോകമെങ്ങും ഉള്ള അനേക SBS വെൽവിഷേഴ്സും മറ്റും ഈ പ്രോഗ്രാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരോട് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ആരംഭിച്ച ഈ ടീൻസ് ക്യാമ്പ് ദൈവഹിതമേതായാൽ ശനിയാഴ്ച രാവിലെ ഇവിടെ സമാപിക്കുന്നതാണ്. നാളെ വൈകിട്ട്, വെള്ളിയാഴ്ച വൈകിട്ട് കൃത്യം 6 മണിക്ക് ഈ ക്യാമ്പിൻ്റെ സമാപന സമ്മേളനം ഇവിടെ വെച്ച് നടക്കുന്നതാണ്. അതും ലൈവായി ഞങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ കേൾക്കുകയും ഈ പ്രസ്ഥാനത്തെയും പ്രവർത്തനത്തെയും പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും SBS-ൻ്റെ സ്നേഹനിർഭരമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നാളത്തെ പ്രോഗ്രാം ഏകദേശം 5:30 മണിയോടുകൂടി ബ്രോഡ്കാസ്റ്റിംഗ് ആരംഭിക്കും. 6 മണിക്കായിരിക്കും സമാപന സമ്മേളനം ആരംഭിക്കുന്നത്. എല്ലാവരും ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇന്ന് കടന്നു വന്ന എല്ലാവരും നാളത്തെ സമാപന സമ്മേളനത്തിലും കടന്നു വരണം എന്ന് ഓർപ്പിക്കുന്നു. ഇനി ഭക്ഷണത്തിനുള്ള സമയമാണ്. അതിനുശേഷം ടാലൻറ്റ് ഈവനിങ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും വളരെ വേഗത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് മടങ്ങി വരണം. ഗേൾസിൻ്റെ ശ്രദ്ധയ്ക്ക് ഭക്ഷണത്തിന് പോകാൻ പറഞ്ഞാൽ ഉടനെ പോയി ഭക്ഷണം കഴിച്ചിട്ട് മടങ്ങിയെത്തണം. അതിനുശേഷം വേണം ബോയ്സിന് ഭക്ഷണത്തിന് പോകാനായിട്ട്. അതുകൊണ്ട് ഗേൾസും അവരോടൊപ്പം ഉള്ളവർക്കും എത്രയും വേഗം മെസ് ഹാളിലേക്ക് പോയി ഭക്ഷണം കഴിച്ചിട്ട് മടങ്ങി വരാവുന്നതാണ്. ബോയ്സ് പ്ലീസ് റിമെയിൻ സീറ്റഡ്.